നബിയുനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറയുന്നു, ലാ തസാലുൽ ഉമ്മത്തു അലാ ശരീഅത്തിൻ ഹസനത്തിൻ ഹത്താ തുൽഹറു ഫീഹിം സലാസുൻ. 3 കാര്യങ്ങൾ ഈ സമുദായത്തിൽ വെളിപ്പെടുന്നത് വരെ എന്റെ സമുദായം യഥാർത്ഥ ശരീഅത്തിൽ ഉറച്ചു നിൽക്കുമത്രേ. 3 കാര്യങ്ങൾ എൻ്റെ സമൂഹത്തിൽ ഉണ്ടാകുന്നത് വരെ, ഉണ്ടായാൽ എൻ്റെ സമുദായം ശരീഅത്തിൽ നിന്ന് പോയെന്നർത്ഥം. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞ അങ്ങനെയാണ്. 3 കാര്യം എൻ്റെ സമുദായത്തിൽ വെളിവാകുന്നത് വരെ എൻ്റെ ഉമ്മത്ത് ശരീഅത്തുൽ ഹസനയിൽ തന്നെയായിരിക്കും, അഹ്ലുസുന്നത്തി വൽ ജമാഅത്തിൽ തന്നെയായിരിക്കും, യഥാർത്ഥ ഈ ശരീഅത്തിന്റെ മൻഹജിൽ തന്നെയായിരിക്കും. ലാ തസൂലുൽ ഉമ്മ, ഈ സമുദായം ഉറച്ചു നിൽക്കും, അലാ ശരീഅത്തിൻ ഹസന, ഈ പറയപ്പെടുന്ന ശരീഅത്തിൽ, യഥാർത്ഥ ശരീഅത്തിൽ. മാലം തൽഹറു ഫീഹിം സലാസുൻ, 3 കാര്യം വെളിപ്പെടുന്നതിന് മുമ്പ്, അത് വെളിപ്പെട്ടാൽ എൻ്റെ സമുദായം പിഴച്ചു പോകും, എൻ്റെ സമുദായം തകർന്നു പോകും, എൻ്റെ സമുദായം ഛിന്ന ഭിന്നമായി പോകും. നഊദു ബില്ലാഹ്. അല്ലാഹു നമ്മളെ കാത്തുരക്ഷിക്കട്ടെ, അല്ലാഹു നമ്മളെ കാത്തുരക്ഷിക്കട്ടെ, അല്ലാഹു നമ്മളെ കാത്തുരക്ഷിക്കട്ടെ. 1, മാലം യുഖ്ബലു മിൻഹും അൽ ഇൽമു, അവരിൽ നിന്ന് ഇൽമ് പിടിക്കപ്പെട്ടാൽ എൻ്റെ സമുദായം പിഴച്ചത് തന്നെ സ്വഹാബ. ഇൽമ് പിടിക്കപ്പെട്ടാൽ എന്ന് പറഞ്ഞാൽ ഇൽമ് പറഞ്ഞു കൊടുക്കാനും അത് കേൾക്കാനും അത് ചർവിതചർവണം നടത്താനും ദർസ് നടത്താനും തഹ്ഫീദുൽ ഖുർആനും വഅളും നസീഹത്തും ഒന്നുമില്ല, ആലിമീങ്ങളില്ല. ആലിമീങ്ങൾ, മഹാന്മാരായ ആലിമീങ്ങളൊക്കെ മരിച്ചു പോകുന്നു. ചണ്ടിയും ചവറുകൾ മാത്രം നിലനിൽക്കുന്നു. ചണ്ടികളായ ആലിമീങ്ങൾ, ഇന്നും കുറെ ചണ്ടികളായ ആലിമീങ്ങളിലൊക്കെ നമ്മൾ കാണുന്നില്ലേ? ഇതൊക്കെ ഞാൻ ഓരോരുത്തരുടെ പേരെടുത്തും പറയണ്ട, നിങ്ങളൊക്കെ ഈ വാർത്തകളിലൂടെ കാണുമ്പോൾ ഈ താടിയും തൊപ്പിയും കണ്ടിട്ട് എല്ലാവരും പണ്ഡിതന്മാരും നമ്മൾ കണക്കാക്കേണ്ട കാര്യമില്ല. നബിയുനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറയുകയാണ്, ഇന്ന മിൻ ഇഖ്തിറാബിസ്സാ, ഖിയാമത്ത് നാളിന്റെ അടയാളവുമായി ബന്ധപ്പെടുത്തി അല്ലാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ നമുക്ക് ഒരുപാട് ഉപദേശങ്ങൾ നൽകിയിട്ടുണ്ട്. നബി തങ്ങൾ പറഞ്ഞതൊക്കെ നടക്കുള്ളൂ ലോകത്ത്, അല്ലാത്തൊന്നും നടക്കൂല. ലാ തഖൂമുസ്സാ, ഖിയാമത്ത് നാളെ സംഭവിക്കുകയില്ല, ഹത്താ റകന ഉലമാഉകും ഇലാ ഉലാത്തികും, ഉലമാക്കൾ തന്റെ അധികാരികൾക്ക് പാദസേവ ചെയ്യുന്ന ഒരു കാലഘട്ടം വരാതെ. നബിയുനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞ വാക്കാണ്. ഇദാ റകന ഉലമാഉകും ഇലാ ഉലാത്തികും, രാഷ്ട്രീയക്കാരുടെ പാദസേവ ചെയ്യുന്ന ഒരു ഭാഗം ഉലമാക്കൾ നിങ്ങളിലേക്ക് കടന്നു വന്നാൽ, അല്ലാഹു അക്ബർ, വൈദാ കസുറ ഖുതബാഉ മനാബിരികും, ധാരാളം പ്രഭാഷണങ്ങൾ, നമ്മെ കോൾമയിർ കൊള്ളിക്കുന്ന, പ്രകമ്പനം കൊള്ളിക്കുന്ന മിമ്പറുകളും മെഹ്റാബുകളും പ്രഭാഷണങ്ങളെ കൊണ്ട് നിറയ്ക്കപ്പെടുന്ന കാലം വന്നാൽ, വഅഹല്ലൂ ലഹും അൽ ഹറാമ, ഹറാമായ അല്ലാഹു നിഷിദ്ധമാക്കിയത് ഹലാലാക്കി കൊടുക്കുന്ന ഉലമാക്കൾ വന്നാൽ, വഹറമു അലൈഹിം അൽ ഹലാൽ, ഹലാലായ കാര്യങ്ങളെ ഹറാമാക്കി പ്രഖ്യാപിക്കുകയും ചെയ്യുന്ന ഉലമാ സമൂഹം വന്നാൽ, ഫഅഫ്തൗഹും ബിമാ യസ്തഹൂൻ, അധികാരികളും അഹങ്കാരികളും സമ്പന്നന്മാരും ആഗ്രഹിക്കുന്നത് പോലെ ഉലമാക്കൾ അവർക്ക് അനുകൂലമായി ഫത്വ പുറപ്പെടുവിക്കുന്ന ഒരു കാലം വന്നാൽ, ഇന്ന മിൻ ഇഖ്തിറാബിസ്സാ, അത് ഖിയാമത്തിന്റെ അടയാളമാണ് കേട്ടോ. കമാ ഖാല റസൂലുള്ളാഹി. അല്ലാഹു അത്തരത്തിൽ ആലിമീങ്ങൾ അല്ലാഹു നമ്മളെ കാത്തിരക്ഷിക്കട്ടെ, നമ്മളെ കാത്തിരക്ഷിക്കട്ടെ. പടച്ചവനെ നീ കാത്തിരക്ഷിക്കണേ പടച്ചവനെ, കാത്തിരക്ഷിക്കണേ പടച്ചവനെ, കാത്തിരക്ഷിക്കണേ പടച്ചവനെ. ഉലമായിട്ടൊന്നും കാര്യമില്ല.
സമ്പന്നന്മാരുടെ മുന്നിൽ പോയി അടിയറവ് വെച്ചിട്ട് സമ്പന്നന്മാരെ വാതോരാതെ പുകഴ്ത്തി 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 പൊക്കി ആകാശമുട്ടെ പുകഴ്ത്തി പൊക്കുന്ന ഒരു കൂട്ടം ഉലമാക്കൾ നിങ്ങളിലേക്ക് കടന്നു വരുമെന്ന് 1000 വർഷങ്ങൾക്ക് മുമ്പ് നബിയുനാ റസൂലുള്ളാഹി. അല്ലാഹു അക്ബർ. لا تقوم الساعة حتى تخرج علماءهم ويأكلون بألسنتهم أي يمدحون أنفسهم ويظهرون محبتهم حتى يتوصلوا إلى أخذ الأموال منهم. നാവ് കൊണ്ട് ഭക്ഷിക്കുന്ന ഒരു വിഭാഗം ഉലമാക്കൾ രംഗത്തേക്ക് വരുമത്രേ. അതെങ്ങനെയാണെന്ന് സഹാബത്ത് ചോദിച്ചപ്പോ സമ്പന്നന്മാരെ വാനോളം പുകഴ്ത്തി അവന്റെ പക്കലുള്ള പൈസ സ്വന്തം ജേബിലേക്ക് മാറ്റിമറിക്കാൻ വാക്ചാതുര്യതയുള്ള പണ്ഡിതന്മാർ ലോകത്ത് കടന്നു വരാതെ ഖിയാമത്ത് നാളെ സംഭവിക്കുകയില്ല. അല്ലാഹു അത്തരത്തിൽ നിന്ന് നമ്മളെ കാത്തിരക്ഷിക്കട്ടെ. അല്ലാഹു ആ പണ്ഡിതന്മാരിൽ കാത്തിരക്ഷിക്കട്ടെ. ഹദീസ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ഹദീസാണ്. അല്ലാഹുവിന്റെ റസൂൽ ആരാണ് ഇതിൽ പെട്ടുപോയതൊന്നും നമുക്കറിയില്ല. ഞാനുണ്ടോന്ന് എനിക്കറിയില്ല. അല്ലാഹു അലം. പേടിയാണ്. നമ്മൾ പേടിക്കേണ്ടതുണ്ട്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞ വാക്കല്ലേ ഇതെല്ലാം. അപ്പൊ ഞാൻ പറഞ്ഞു വന്നത് യഥാർത്ഥ ആലിമീങ്ങൾ, മഹാന്മാരായ മുറബ്ബിയായ പണ്ഡിതന്മാരൊക്കെ പോകുന്നു. അവരിൽ നിന്നൊന്നും ആഗ്രഹിച്ചവരൊന്നുമല്ല, ഭൗതികതയെ ഇഷ്ടപ്പെടുന്നവരുമല്ല, ഫോട്ടോയ്ക്ക് പോസ്റ്റ് ചെയ്തിട്ട് ഫ്രണ്ടിൽ വരണം, പേര് വരണമെന്ന് കൊതിക്കുന്നവരല്ല. സമ്പന്നന്മാരുടെ കൂട്ടത്തിൽ അവർക്ക് അടിയറവ് വെച്ചുകൊണ്ട് പാദസേവ ചെയ്യുന്നവരായിരുന്നില്ല. കോടിക്കണക്കിന് രൂപ മുന്നിൽ കൊണ്ടു കൊടുത്താലും അതെല്ലാം വലിച്ചെറിയുന്ന പരിശുദ്ധ മനസ്സിന്റെ ഉടമകളായിരുന്ന മഹാപണ്ഡിതന്മാർ. അവര് പറയുന്ന വാക്കുകൾക്കേ ലോകത്ത് വിലയുണ്ടാവുകയുള്ളൂ. അങ്ങനെയുള്ള മഹത് പണ്ഡിതങ്ങളെല്ലാം മരണപ്പെടുന്ന ഒരു കാലം വന്നാൽ എൻ്റെ ഉമ്മത്ത് ശരീഅത്തിൽ നിന്ന് തെറിച്ചു പോകും. അങ്ങനെയുള്ളവരൊക്കെ പോകുമ്പോൾ ഇപ്പൊ ഈ പണ്ഡിത വേഷം എന്നെ പോലെ കെട്ടിയത് കൊണ്ട് നിങ്ങൾ ഇയാൾ പണ്ഡിതനാണെന്ന് നിങ്ങൾ പറയണ്ട. ഒരിക്കലും അങ്ങനെ പറയേ വേണ്ട. മനുഷ്യന്മാരെ കളിപ്പിക്കാനും ഈ വേഷം ഉപയോഗിക്കാം, മനുഷ്യന്മാരെ പറ്റിക്കാനും ഈ വേഷം ഉപയോഗിക്കാം. ഇതെല്ലാം അറിയുന്നവൻ അല്ലാഹുവാണ്. അതുകൊണ്ട് 3 കാര്യം വെളിപ്പെടുന്നതിന് മുമ്പ് അല്ലാഹുവിനെ മുറുകെ പിടിച്ചോളി. അത് വെളിപ്പെട്ട് കഴിഞ്ഞാൽ നമ്മളെല്ലാം തകർന്നത് തന്നെ. ബഹുമാനപ്പെട്ട നബിയുനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ കഅബ് ഇബ്നു ഉജ്റ റളിയല്ലാഹു തആല അൻഹുവിനോട് പറഞ്ഞു, അഅദകല്ലാഹു മിൻ ഇമാറത്തി സുഫഹാ. കഅബ്, വിഡ്ഢികളായ ഭരണാധികാരികളിൽ നിന്ന് അല്ലാഹു നിന്നെ സംരക്ഷിക്കട്ടെ, അല്ലാഹു നിന്നെ സഹായിക്കട്ടെ. കഅബ് റളിയല്ലാഹു അൻഹുവിനോട് നബിയുനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ഉപദേശമാണ്. കഅബ് ഇബ്നു ഉജ്റ റളിയല്ലാഹു അൻഹുവിനോട് അല്ലാഹുവിന്റെ റസൂൽ പറയുകയാ, വിഡ്ഢികളായ ഭരണാധികാരികളിൽ നിന്ന് അല്ലാഹു നിങ്ങളെ സഹായിക്കട്ടെ. ഖാലൂ യാ റസൂലല്ലാഹ്, അവർ ആരാണ് നബിയേ? ആരാണ് വിഡ്ഢികളായ ഭരണാധികാരികൾ? നബിയുനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞു, ഉമറാഉൻ യകൂനൂന ബഅദി ലാ യഖ്തദൂന ബിഹദി വലാ യസ്തന്നൂന ബിസുന്നതി. അവർ ഒരു വിഭാഗം അമീറന്മാരാണ്, നേതാക്കന്മാരാണ്, അധികാരത്തിന്റെ ചെങ്കോല് പിടിക്കുന്നവരാണ്, അധികാരത്തിന്റെ കസേരയിൽ കഴിഞ്ഞുകൂടുന്നവരാണ്. ഇസ്ലാമിന്റെ വേഷം ഒരു പക്ഷേ അവരെ നോക്കിയാൽ നിനക്ക് കാണാം. ലാ യഖ്തദൂന ബിഹദി, ഹിദായത്തിന്റെ എന്റെ വഴികളെ അവർ ഒരിക്കലും പിൻപറ്റുകയില്ല. വലാ യസ്തന്നൂന ബിസുന്നതി, എന്റെ സുന്നത്തിനെ അവർ അംഗീകരിക്കുകയോ അനുധാവനം ചെയ്യുകയോ ഇല്ല. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞു, അങ്ങനത്തെ ഒരു വിഭാഗം ഭരണാധികാരികൾ വരുമെന്ന്. അത് പള്ളി കമ്മിറ്റിയിൽ വന്നാലും ശരി, മദ്രസ കമ്മിറ്റിയിൽ വന്നാലും ശരി, സംസ്ഥാനത്ത് വന്നാലും ശരി, ഇന്ത്യയിൽ വന്നാലും ശരി, ലോകത്തിന്റെ എവിടെ വന്നാലും ശരി, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞു, ഇമാറത്തു സുഫഹ, വിവരമില്ലാത്ത പണ്ഡിതം, വിവരമില്ലാത്ത വിഡ്ഢികളായ ഭരണാധികാരികൾ അല്ലാഹുവിന്റെ റസൂലിന്റെ ഹിദായത്തിന്റെ വഴികളെ തടയും, സുന്നത്തിന് എതിര് പറയും. എന്നിട്ട് ഇവരെ കുറിച്ച് എന്താ പറഞ്ഞത്? അപ്പൊ ഇവരെ പോയിട്ട് പൊക്കും ആലിമീങ്ങൾ.
നമ്മുടെ ആൾക്കാരാണ്, നമ്മുടെ മറ്റവരാണ്, ഇയാൾ നമ്മുടെ രാഷ്ട്രപിതാവാണെന്ന് ചുമ്മാരിക്കണേ, അല്ലോ അവരൊക്കെ ആരാണ്, അവരെ മുസാവത്താണ്, അവർ പറയുന്നതാണ് ശരി, ഇതൊക്കെ പൊക്കിയടിക്കും. നബിയുനാ റസൂലുള്ളാഹി തങ്ങൾ പറഞ്ഞു, ഫമൻ സദ്ദഖഹും ബികദ്ബിഹിം, ആ വിഡ്ഢികളായ ഭരണകൂടം നമ്മളോട് പറയുന്ന കള്ളത്തരങ്ങളുണ്ടല്ലോ, ആരെങ്കിലും അതിനെ ശരിവച്ചാൽ വആനഹും ബിളുൽമിഹിം, അവർ കാണിക്കുന്ന തെമ്മാടിത്തരങ്ങൾക്ക് നമ്മൾ സപ്പോർട്ട് ചെയ്താൽ ഫലസ്തു മിൻഹും ഉലൈക ലൈസൂ മിന്നീ, അവർ എന്നിൽ പെട്ടവരേ അല്ല. ഫലസ്തു മിൻഹും, ഈ മുഹമ്മദായ നബിയുനാ റസൂലുള്ളാഹി തങ്ങൾ പറയുന്നു, ഞാനും അവനിൽ പെട്ടവരേ അല്ല. മാത്രമല്ല വലാ യരിദൂന ലാ ഹൗലി, എന്റെ ഹൗലിന്റെ ഓരത്തവർ വരികയോ എന്റെ കയ്യിൽ നിന്ന് ഒരു തുള്ളി വെള്ളം വാങ്ങി കുടിക്കുകയോ ചെയ്യാനുള്ള ഭാഗ്യം അവർക്ക് ലഭിക്കുകയേ ഇല്ല. അള്ളാഹു കാത്തുരക്ഷിക്കട്ടെ. അള്ളാഹുവേ നീ ഞങ്ങളെ കാത്തണേ പടച്ചവനെ. ഈ ദുനിയാവിൻ്റെ രസങ്ങളെക്കാളും ആഖിറത്തിലെ രസം ഞങ്ങൾക്ക് തടയല്ലേ പടച്ചവനെ. ഇതിന് ഗ്യാരണ്ടി ഇല്ല, എങ്ങനെയും തീരും, പക്ഷെ അതിന് ഗ്യാരണ്ടി ഉള്ളതാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞ വാക്കാണ്, എൻ്റെ ഹിദായത്തിൻ്റെ വഴികളും എൻ്റെ സുന്നത്തിനെയും പിൻപറ്റണ്ടെന്ന് പറയുന്ന ഏത് തെമ്മാടിയുണ്ടോ അവനെ നീ സഹായിച്ചാൽ ഞാൻ നിന്നിൽപ്പെട്ടവനല്ല, അവരെന്നിൽപ്പെട്ടവനുമല്ല, എൻ്റെ കയ്യിൽ നിന്ന് വെള്ളവും നിനക്ക് കിട്ടൂല. വേറെ ഒന്നും അവിടെ ചർച്ചയില്ല. ഫമല്ലം യുസദ്ദിഖുഹും ബികദ്ബിഹിം, അവരുടെ കള്ളത്തരങ്ങളെ അംഗീകരിക്കാതിരിക്കുകയും അവരെ സഹായിക്കാതിരിക്കുകയും ചെയ്താൽ, വലം യുഇൻഹും, അവരെ സഹായിക്കാതിരുന്നാൽ, ഫൗലൈക വഅന മിൻഹും, അവർ എന്റെ സമുദായമാണ്, ഞാൻ അവരുടെ പ്രവാചകനാണ്. വയരിദു അലയ്യ ഹൗലി അലാ ഹൗലി, അവർ എന്റെ ഹൗലിന്റെ അരികിലേക്ക് കടന്നു വരുമത്രേ. കമാ ഖാല ശഫീഉനാ റസൂലുള്ളാഹി, അല്ലാഹു റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞാൽ അവരെൻ്റെ ഇടയിലേക്ക് വരും, അവരെൻ്റെ അരികിലേക്ക് വരും. അല്ലാഹു അക്കൂട്ടത്തിൽ നമ്മളെ പെടുത്തട്ടെ, അക്കൂട്ടത്തിൽ അല്ലാഹു നമ്മളെ പെടുത്തട്ടെ. എന്താ ഒരു ഉഷാറില്ല, ആമീൻ പറ, എന്നാ പെടുത്തണ്ടെന്ന് ദ്വാരക്കട്ടെ. ഈ പറയുമ്പോൾ ഇതങ്ങനെ സ്വീകരിക്കേണ്ടത് ഞാൻ ഹദീസാണ് ഓതുന്നത്, ഞാൻ ആർക്കും ഇവിടെ എതിരായ ഒരു കാര്യമല്ല പറഞ്ഞത്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ നമുക്ക് പഠിപ്പിച്ചു തന്ന ഹദീസ് നമ്മൾ പറഞ്ഞു തരുന്നു. ഇഷ്ടമുള്ളവർക്ക് സ്വീകരിക്കാം, ഇഷ്ടമില്ലെങ്കിൽ തള്ളിക്കളയാം. വേറെ ഒന്നും ഞാൻ ഇതിനകത്തൊന്നും പറയുന്നില്ല. അടിച്ചേൽപ്പിക്കാൻ എനിക്കിവിടെ അവകാശമില്ല. ഹദീസ് നിങ്ങൾ പോയിട്ട് അന്നെ സെർച്ച് ചെയ്ത് നോക്കിക്കോളി. വെറുതെ കള്ളത്തരം പറയാണോ ഇല്ലാത്ത പറയാണോ നിങ്ങൾ പോയി നോക്കിക്കോളി. അത് നിങ്ങളുടെ ഉത്തരവാദിത്വം, പറയേണ്ട ഉത്തരവാദിത്വം എനിക്കുള്ളതാണ്. അപ്പോൾ ബഹുമാനമുള്ള സഹോദരങ്ങളെ, ഇൽമ്, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ മാർഗം, ഹിദായത്തിന്റെ വഴി, സിറാത്തിന്റെ വഴി, സുന്നത്ത്. പക്ഷേ ഒരു കാലം വരും, നന്മയെ തിന്മയായി അവർ അംഗീകരിക്കും, തിന്മയെ നന്മയായും സ്വീകരിക്കും. നന്മയായ കാര്യങ്ങളെ തിന്മയായിട്ട് അവർ അംഗീകരിക്കും. നന്മയായ കാര്യം പറഞ്ഞു കൊടുക്കുമ്പോൾ ഇതൊക്കെ ആരാ ഇന്നത്തെ കാലത്ത്, ഇതൊക്കെ ഈ ആധുനിക ലോകമല്ലേ, നിങ്ങൾ ഇന്നൊക്കെ ഇങ്ങനെയൊക്കെ പറഞ്ഞുകൊണ്ടിരുന്നാൽ ഇത് നടക്കുവോ എന്ന് പറയും. ഇന്നത്തെ കാലത്ത് ഇതൊക്കെ നടക്കുവോ, നിങ്ങൾ ഇങ്ങനെയൊക്കെ പ്രസംഗിച്ചാൽ പ്രസംഗമേ നടക്കുള്ളൂ എന്ന് പറയും. നന്മയായ കാര്യം പറയുമ്പോൾ അതൊന്നും ഇന്ന് നടക്കൂല. തിന്മ അത് പാടില്ല എന്ന് പറഞ്ഞാൽ, അങ്ങനെയൊക്കെ പാടില്ല എന്ന് പറഞ്ഞാൽ എന്താ ഉസ്താദ് നിങ്ങൾ ഇങ്ങനെയൊക്കെ പറയുന്നത്? ഇന്നത്തെ ഈ കാലഘട്ടത്തിൽ നമുക്കിതൊക്കെ ആവശ്യമല്ലേ? ഇങ്ങനെ പറയാം, അങ്ങനെയല്ലേ ഇപ്പൊ പറയാ? ഉസ്താദന്മാർക്ക് എന്തെങ്കിലും പറയാൻ പറ്റുമോ? മിമ്പറിൽ നിന്ന് മെഹ്റാബിൽ നിന്ന് ഉസ്താദന്മാർക്ക് എന്തെങ്കിലും പറയാൻ പറ്റുമോ? ഉസ്താദന്മാർ എന്തെങ്കിലും പറഞ്ഞു കഴിഞ്ഞാൽ ഉടനെ പറയും അയാൾക്ക് മുസ്ലിയാർക്ക് വേറെ ജോലിയൊന്നുമില്ല, അയാളെ ചുമ്മാ ആവശ്യമില്ലാത്ത, ലോകം പഠിക്കാത്ത, വിവരമില്ലാത്ത മുസ്ലിയാരാന്നാ പറയാ. ലോകം പഠിക്കാത്ത മുസ്ലിയാരാണെന്നാ പറയാ. ലോകം പഠിച്ച പ്രവാചകനെ നമുക്കീ പറഞ്ഞു തരുന്നത്. എവിടെ ഒരു എഞ്ചിനീയറിംഗ് കോളേജിലോ ഒരു ഡിഗ്രി എടുക്കാത്ത, ആധുനിക ടെക്നോളജി ഒന്നുമില്ലാത്ത, ഹൈടെക് യുഗത്തിലല്ലാത്ത, നെറ്റില്ലാത്ത, 5G ഇല്ലാത്ത ആ കാലഘട്ടത്തിൽ ലോകത്തിന്റെ പ്രവാചകൻ പഠിപ്പിച്ചു കൊടുത്ത ആ പ്രകാശം, ആ നൂറ്, ആ വെളിച്ചം, അതാണ് ഇന്ന് നമ്മൾ അനുഭവിച്ചുകൊണ്ടിരിക്കുന്നത്. നബി തങ്ങൾ പറഞ്ഞത്
അല്ലാഹുവിന്റെ റസൂൽ ഞാൻ അതാ പറഞ്ഞ, ഇന്നലെ ഒന്നും പറഞ്ഞതല്ലാന്ന്. 1400 വർഷങ്ങൾക്ക് മുമ്പ് പറഞ്ഞ കാര്യങ്ങളാണ് ഞാൻ ഇവിടെ ചർച്ച ചെയ്യുന്നത്. ഇന്നലെ ഒന്നും പറഞ്ഞതല്ല ഇത്. അപ്പൊ അടുത്തൊരു ഹദീസ് കേട്ടോളി. ഒരിക്കൽ ആദരവായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറയുകയാണ്, സഹാബാക്കളെ നോക്കിക്കൊണ്ട് നബിയുനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറയുകയാണ്, കൈഫ ബിക്കും അയ്യുഹന്നാസ്, ജനങ്ങളെ നിങ്ങളുടെ അവസ്ഥ എന്തായിരിക്കും? അയ്യുഹന്നാസ് എന്ന് വിളിച്ചിട്ട് നബി തങ്ങൾ ചോദിക്കുകയാണ്, നിങ്ങളുടെ അവസ്ഥ എന്തായിരിക്കും? എപ്പോ ഇദാ തഗാനിസാഉകും വഫസഖ ഫിതിയാതുകും, നിങ്ങളുടെ പെൺസമൂഹം അഴിഞ്ഞാടുകയും നിങ്ങളുടെ ചെറുപ്പക്കാരന്മാർ വഴിതെറ്റി അധർമ്മത്തിലേക്ക് പോവുകയും ചെയ്താൽ, പെണ്ണുങ്ങള് ഡാൻസ്, നൃത്തം, ഭയങ്കരമായ ചാട്ടം, ഓട്ടം, അഴിഞ്ഞാടുകയാണ്. അവർക്കൊരു പ്രശ്നമല്ല. ഇതൊന്നും അല്ലാഹ് റസൂൽ ഇതൊന്നും ഇല്ല. ഇതെല്ലാം അങ്ങനത്തെ ഒരു കാലം. ചെറുപ്പക്കാരും മദ്യവും ലഹരിയും കഞ്ചാവുമായിട്ട് അവനിങ്ങനെ വഴിതെറ്റി ഈ പെണ്ണുങ്ങളുടെ മുന്താണയും പിടിച്ചോണ്ട് അവളുടെ പിറകെ പോകും. അങ്ങനെ അങ്ങോട്ടും ഇങ്ങോട്ടും ഇങ്ങനെ ഒരു വിഭാഗം ഉണ്ടായാൽ എന്തായിരിക്കും നിങ്ങളുടെ അവസ്ഥ? ആലു സഹാബത്ത് ചോദിക്കുകയാണ്, യാ റസൂലല്ലാഹ് ഇന്ന ഹാദാ ലകായിനുൻ, അങ്ങനെയൊക്കെ സംഭവിക്കുവോ നബിയേ? ഇങ്ങനെയൊക്കെ സംഭവിക്കുമോന്ന്. ഇങ്ങനെ പെണ്ണുങ്ങൾ അഴിഞ്ഞാടുകയും ഡാൻസ് ആടുകയും മൊത്തത്തിൽ പോയിട്ട് ഒപ്പനടിക്കുകയും ചിലങ്കയിട്ട് തുള്ളിച്ചാടുകയും നൃത്തം ചവിട്ടുകയും ടിക്ടോക്ക് അടിക്കുകയൊക്കെ ചെയ്യുകയും അതിനൊപ്പം നിന്നുകൊണ്ട് അപ്പുറത്ത് നിന്ന് ചെറുപ്പക്കാരന്മാരെ അതിന് സപ്പോർട്ട് ചെയ്യുകയും ചെയ്യുന്ന ഇങ്ങനെ ഒരു കാലഘട്ടം വന്നാലോ എന്ന് നബി തങ്ങൾ ചോദിച്ചപ്പോ സഹാബാക്കൾ അത്ഭുതത്തോടെ ചോദിക്കുകയാണ്, ഇന്ന ഹാദാ ലകായിനുൻ, നബിയെ ഇങ്ങനെയൊക്കെ സംഭവിക്കുമോ യാ റസൂലല്ലാഹ്? ഖാല റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം, നഅം വഅശദ്ദ മിൻഹു, ഇത് മാത്രമല്ല കേട്ടോ, ഇതിനേക്കാൾ കടുപ്പമേറിയത് കാണാൻ പോകുന്നതേ ഉള്ളു സഹാബത്തെ. ഇതൊന്നും അല്ലാതെ ഇതിനേക്കാൾ കടുപ്പം. അന്ന് ചെറിയ ഡാൻസേ ഉള്ളായിരുന്നു, ഇപ്പൊ ഭയങ്കര ഡാൻസാ. ഇനി മുണ്ടില്ലാതെ ഡാൻസ് ആടുന്ന ഒരു കാലം വരുമെന്ന്. അത് അതിനേക്കാൾ കടുപ്പം വരുമെന്ന് പറഞ്ഞതിന്റെ അർത്ഥം ഇത് ചെറുതല്ല വരാൻ പോകുന്നതെന്ന്, ഇനി വലുത് വരാൻ പോകുന്നു എന്നാ പറഞ്ഞത്. ഇന്നൊന്നും അല്ല പറഞ്ഞത്. ഈ ഓണത്തിന് മുമ്പൊന്നും പറഞ്ഞല്ല കേട്ടോ. 1000 വർഷങ്ങൾക്ക് മുമ്പ് ഞങ്ങൾ പറഞ്ഞാണ്. വർഷങ്ങൾക്ക് മുമ്പ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞാണ്. ടിക്ടോക്ക് ഒക്കെ കണ്ടുപിടിക്കുന്നതിന് മുമ്പേ നബി തങ്ങൾ പറഞ്ഞാണ്. നെറ്റൊക്കെ കണ്ടുപിടിക്കുന്നതിന് മുമ്പേ നബി തങ്ങൾ പറഞ്ഞാണ് ഇങ്ങനൊക്കെ സംഭവിക്കുമെന്ന്. അപ്പൊ ചിലർ ചോദിക്കും, ഇപ്പൊ ഇങ്ങനെ ആടി എന്നും പറഞ്ഞിപ്പോ എന്താ പ്രശ്നം? ഇപ്പൊ നമ്മളൊന്ന് തുള്ളിച്ചാടിയെന്ന് പറഞ്ഞപ്പോ എന്താ പ്രശ്നം? നമ്മളിങ്ങനെ ഇപ്പൊ ഒരു ഡിസ്കോ ഡാൻസ് കളിച്ചു എന്ന് പറഞ്ഞു, ഒരു ടിക്ടോക്ക് കളിച്ചു എന്ന് പറഞ്ഞു, ഇപ്പൊ എന്താ പ്രശ്നം? അങ്ങനെ ആയാലും എന്താ പ്രശ്നം? ഇങ്ങനെ ആയാലും എന്താ പ്രശ്നം? അങ്ങനെ ചോദിക്കും. ഒരു നന്മ പറയുമ്പോ അത് തിന്മയായിട്ട് കാണും, തിന്മ പറയുമ്പോൾ അതിനെ നന്മയായിട്ട് കാണും. അത് തന്നെ അടുത്ത ഹദീസ്. നബിയുനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ വീണ്ടും പറയുകയാണ്, കൈഫ ബിക്കും സഹാബ, എന്തായിരിക്കും നിങ്ങളുടെ അവസ്ഥ? ഇദാ റഅയ്തുമുൽ മുൻകറ മഅറൂഫാ വൽ മഅറൂഫ മുൻകറാ, മോശമായ കാര്യങ്ങൾ, തെറ്റായ കാര്യങ്ങൾ, വെറുക്കപ്പെട്ട കാര്യങ്ങൾ അത് നല്ലതാണെന്ന് ഒരു വിഭാഗം പറയുന്നത് നിങ്ങൾ കണ്ടാൽ, അതല്ല അല്ലാഹു നിഷിദ്ധമാക്കിയ കാര്യങ്ങൾ നല്ലതാണെന്നും നല്ല കാര്യം അത് തെറ്റാണെന്നും ഒരു വിഭാഗം പറയുന്നത് നിങ്ങൾ കണ്ടാൽ, അങ്ങനെ ഒരു കാലം വരുമോ പ്രവാചകരെ? ഖാലൂ യാ റസൂലല്ലാഹ്, സഹാബത്ത് ചോദിക്കുകയാണ്, ഇന്ന ഹാദാ ലകായിനുൻ, അങ്ങനെയൊക്കെ സംഭവിക്കുമോ നബിയേ? ഹലാലിനെ ഹറാം എന്ന് വാദിക്കുന്നവർ വരുമോ നബിയേ? ഹറാമിനെ ഹലാൽ എന്ന് വാദിക്കുന്നവർ വരുമോ നബിയേ? ഖാല റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം, നബിയുനാ റസൂലുള്ളാഹി തങ്ങൾ പറഞ്ഞു, നഅം വഅശദ്ദ മിൻഹു, സഹാബാ ഇത് മാത്രമല്ല ഇതിനേക്കാൾ ഗുരുതരമായ അപകടകരമായ പ്രശ്നങ്ങൾ വരാനിരിക്കുന്നതേ ഉള്ളൂ സഹാബാ. കമാ ഖാല റസൂലുള്ളാഹി. അപ്പൊ ഒരു പെണ്ണ് പാൻറ് ഇട്ടത് കൊണ്ട് എന്താ പ്രശ്നമെന്ന് ചോദിക്കുന്ന ഒരു കാലം വരും. വന്നില്ലേ? ഒരു ഡാൻസ് ആടി എന്ന് പറഞ്ഞ് എന്താ മുസ്ലിയാക്കന്മാർക്ക് എന്താ പ്രശ്നം എന്ന് ചോദിക്കുന്ന കാലം വരും. വന്നില്ലേ?
മിണ്ടുന്നില്ല, ഇല്ലായിരിക്കും. എന്നാ പിന്നെ അങ്ങനെ പറ. വന്നു വന്നു വന്നില്ല, കണ്ടു കണ്ടു കണ്ടില്ല, കേട്ടു കേട്ടു കേട്ടില്ല. എന്തെങ്കിലും ഒന്ന് പറ. നിങ്ങൾ പിന്നെ മിണ്ട. ഞാൻ മയ്യത്തിനോട് പ്രസംഗിക്കുകയല്ല, ഞാൻ ഹയ്യിനോടാ പ്രസംഗിക്കുന്നത്. ലിതുന്ദിറ മൻ കാന ഹയ്യ, ലിതുന്ദിറ മൻ കാന ഹയ്യ. ജീവിച്ചിരിക്കുന്നവർക്കാണ് ഈ ഉപദേശം. മരിച്ചവൻ്റെ മയ്യത്തിനടുക്കെ പോയിട്ട് ഖുർആനിൽ പറഞ്ഞാലും കേട്ടല്ല, അതിനനുസരിച്ച് മര്യാദയ്ക്ക് കവറിനകത്ത് കിടന്നോണം. അവിടെ ഡാൻസ് ആടാനും ഒപ്പന പാടാനും ചാടാൻ പറിക്കാനൊക്കെ പോകണ്ടല്ലോ, കൂത്ത് കിട്ടുന്നല്ലേ. അയാളുടെ തൊട്ട് പറഞ്ഞിട്ട് കാര്യമുണ്ടോ? ലിതുന്ദിറ മൻ കാന ഹയ്യ. യാസീൻ ഓതുമ്പോൾ ശ്രദ്ധിക്കണം ഈ ആയത്ത്. ജീവിച്ചിരിക്കുന്നവരുടെ ഞാനീ പറയുന്നത്. ജീവിച്ചിരിക്കുന്ന നിങ്ങളോട്, എന്നോട് ഒരു വിരൽ നിങ്ങളോടും ബാക്കി 3 വിരൽ പ്രസംഗിക്കുന്ന ആളോടും. ഏറ്റവും കൂടുതൽ ഉത്തരവാദിത്വം നമ്മളാണ് വഹിക്കേണ്ടത്. അള്ളാഹുവിനെ തൗഫീഖ് തരട്ടെ, അള്ളാഹു അമൽ ചെയ്യാൻ തൗഫീഖ് തരട്ടെ, അള്ളാഹു അമൽ ചെയ്യാൻ തൗഫീഖ് തരട്ടെ. ബഹുമാനമുള്ള സഹോദരങ്ങളെ, ഗൗരവമായിട്ട് എടുക്കേണ്ട വിഷയങ്ങളാണ് കേട്ടോ. ഞാൻ ആരെയും കുറ്റം പറയല്ല, നമ്മളൊക്കെ മോശക്കാരാണ്, നമ്മളെല്ലാം തെറ്റുകാർ തന്നെയാണ്. പക്ഷെ നമുക്ക് സ്വർഗത്തിൽ പോകണ്ടേ? മരിക്കണ്ടേ? ഞാനതാ ചോദിക്കാം, നമുക്ക് മരിക്കണ്ടേ? മരിക്കാൻ ആഗ്രഹമില്ലാത്ത ഒരാൾ കൈപൊക്കെന്ന് പറഞ്ഞാൽ അല്ല, ആരെങ്കിലും പൊക്കുവോ? എനിക്ക് മരിക്കാൻ താല്പര്യമില്ല എന്ന് പറഞ്ഞാൽ നടക്കുന്ന എല്ലാ കാര്യങ്ങൾക്കും ഗ്യാരണ്ടി ഉണ്ട്. പക്ഷേ ഒരു മനുഷ്യൻ്റെ ആയുസ്സിന് ഗ്യാരണ്ടി ഇല്ല. ഉണ്ടോ? അത് അള്ളാഹ് കൊടുക്കാത്തതാണ്. നമ്മൾ 63-ാമത്തെ വയസ്സിലെ മരിക്കൂ എന്നൊരു തീരുമാനങ്ങൾ ഉണ്ടായിരുന്നെങ്കിൽ 60 വയസ്സ് മൂലം നമ്മൾക്ക് ഈ ഭാഗത്ത് തുടങ്ങും. ഒരു 3 വർഷം അള്ളാഹുവിന് വേണ്ടി ഈ ഭാഗത്ത് തുടങ്ങും. അതാണ് നമ്മുടെ തർത്തീബ്. അതുകൊണ്ടാണ് അള്ളാഹു തആല അത് അറിയിക്കാത്തത്. നമ്മളെ അള്ളാഹു തആല മുസ്ലിമാക്കി അംഗീകരിച്ചു, ഹിദായത്ത് നൽകി അള്ളാഹു തആല നമ്മൾ ആദരിച്ചു. നമ്മുടെ ഉത്തരവാദിത്തം എന്താണ്? അള്ളാഹുവും റസൂലും പഠിപ്പിച്ചു തന്നിട്ടുള്ള കുറെ മറഞ്ഞ കാര്യങ്ങളുണ്ട്, അതിൽ നീ വിശ്വസിക്കണം. ഇതാണ് ഇസ്ലാം. അലിഫ് ലാം മീം ദാലികൽ കിതാബ് ലാ റൈബ ഫീഹി ഹുദൽ ലിൽ മുത്തഖീൻ الذين يؤمنون بالغيب ويقيمون الصلاة ومما رزقناهم ينفقون. വളരെ പ്രധാനപ്പെട്ട 3 കാര്യങ്ങളാണ് അള്ളാഹു ഇവിടെ പറഞ്ഞത്. നിങ്ങൾ അദൃശ്യത്തിൽ വിശ്വസിക്കുന്നവരാണോ, അവരാണ് യഥാർത്ഥ സത്യവിശ്വാസികൾ, അവരാണ് യഥാർത്ഥ മുസ്ലിമീങ്ങൾ. അല്ലദീന യുഅ്മിനൂന ബിൽ ഗൈബ്. നാളെ ആഖിറമുണ്ട്, പരലോകമുണ്ട്, പുനർജന്മമുണ്ട്, സിറാത്തുണ്ട്, മീസാനുണ്ട്, കിതാബുണ്ട്, ജന്നത്തുണ്ട്, നാറുണ്ട്. അള്ളാഹുവിനെ കാണലുണ്ട്, അവന്റെ സദ്യയുണ്ട്, അവന്റെ വിഭവങ്ങളുണ്ട്, അവന്റെ സ്വർഗത്തിലെ രസാനുഭൂതികളുണ്ട്, ഹബീബായ തങ്ങളുടെ മുറാഫഖത്തുണ്ട്, നബി തങ്ങളുടെ ഹൗലുണ്ട്, അവിടുത്തെ വെള്ളമുണ്ട്, അവിടുത്തെ ശഫാഅത്തുണ്ട്. ഇതെല്ലാം വിശ്വസിക്കണം. ഇത് വിശ്വസിക്കുന്നവനാണ് സത്യവിശ്വാസി. അല്ല മരിച്ചതോടുകൂടി എല്ലാം തീരുമെന്ന് വിശ്വസിക്കുന്നവൻ സത്യവിശ്വാസി അല്ല. പരലോകത്തിൽ എനിക്ക് വിശ്വാസമില്ല എന്നൊരാൾ പറഞ്ഞാൽ അവൻ മുസ്ലിമല്ല. മമ്മൂട്ടിയുടെ ഒരു ഫീച്ചർ ഞാൻ വായിച്ചതാണ്. മമ്മൂട്ടി അതിൽ പറയുന്നുണ്ട്, എനിക്ക് പരലോകത്തിൽ വിശ്വാസം ഇല്ലാന്ന്. പിന്നെ എന്തിനാ നിസ്കരിക്കുന്നതെന്ന് ചോദിച്ചു. അത് നമ്മുടെ ശരീരം ഒന്ന് പിടിച്ചു നിർത്താൻ വേണ്ടിയിട്ട് നിസ്കരിക്കുന്നതാണ്. അദ്ദേഹം പറഞ്ഞാണ്, ഇതൊരു TV-യിൽ പോലും അദ്ദേഹം അഭിമുഖത്തിൽ പറയുകയുണ്ടായി. അല്ലാതെ ചില ആൾക്കാരൊക്കെ പറയും, ഓ അയാൾ എത്ര തിരക്കിലായാലും സമയമാകുമ്പോൾ നിസ്കരിക്കാൻ പോകുന്നു. ഇതെന്താ ഇപ്പോൾ നിസ്കരിക്കാൻ പോയപ്പോൾ വലിയ കാര്യമാണ്. നമ്മളൊക്കെ വിചാരിക്കുന്നത് നിസ്കരിക്കാൻ അല്ല, നമ്മൾ നേരെ നമ്മുടെ നിസ്കാരം ശരിയാണോ ഇല്ലോ എന്നുള്ള ആരെങ്കിലും ചിന്തിച്ചിട്ടുണ്ടോ? നമ്മുടെ നിസ്കാരം ശരിയാണോ എന്നുള്ളത്? നമ്മൾ അല്ലാഹു അക്ബർ എന്ന് കൈകെട്ടുമ്പോഴല്ലേ ആർക്കൊക്കെ പൈസ കൊടുക്കാനുണ്ട്, കിട്ടാനുണ്ട്, അവൻ്റെ കടയിൽ നിന്ന് എടുത്തില്ലല്ലോ, അവൻ്റെ കടയിൽ സാധനം കൊടുത്തില്ലല്ലോ, ആ താക്കോൽ അവിടെ ഇരിക്കുകയാണല്ലോ. ഇതൊക്കെ നമ്മൾ ചർച്ച ചെയ്യുന്നതും ചിന്തിക്കുന്നതും ഓർക്കുന്നതും അല്ലാഹു അക്ബർ എന്ന് കൈകെട്ടുമ്പോഴാണ്. പിന്നെ നമ്മുടെ നിസ്കാരം എവിടെ ശരിയാകുന്നു? മഹാന്മാരായ പണ്ഡിതന്മാർ 1000-ഓളം നിയമങ്ങൾ, ഷർത്തുകൾ, നിബന്ധനകളാണ് നമ്മുടെ നമസ്കാരത്തിലുള്ളതെന്നാണ് പഠിപ്പിക്കുന്നത്. അതാരെങ്കിലും പാലിക്കുന്നുണ്ടോ? അതൊക്കെ പാലിച്ചിട്ടാണ് നമ്മൾ നമസ്കരിക്കുന്നത്. ഇതിന്റെ അവ്വൽ വഖത്തിലാണോ നമ്മൾ നിസ്കരിക്കുന്നത്? ജമാഅത്തായിട്ടാണോ നിസ്കരിക്കുന്നത്? നിസ്കാരം എന്ന് പറഞ്ഞിട്ട് കാര്യമില്ല. ഒരു വാഹനം സർവീസ് ചെയ്യാൻ 10,000 കിലോമീറ്റർ ആകുമ്പോൾ സർവീസ് ചെയ്യണമെങ്കിൽ 10,000 സർവീസ് ചെയ്യണം. 15,000 കൊണ്ടിട്ട് സർവീസ് ചെയ്തിട്ട് കാര്യമില്ല. ഓരോന്നിനും ഓരോന്നിൻ്റെ സമയമുണ്ട്.
ലോഹർ നിസ്കരിക്കാൻ ലോഹറിന്റെ സമയമുണ്ട്, അത് അസറിനോട് ചേർത്ത് നിസ്കരിക്കലല്ല വേണ്ടത്. അപ്പൊ നമസ്കാരത്തിന്റെ കാര്യം നമ്മൾ എടുത്തു കഴിഞ്ഞാൽ അവിടെയൊക്കെ പ്രശ്നങ്ങൾ തന്നെയാണ്, എല്ലാം പ്രശ്നങ്ങൾ തന്നെയാണ്. നമസ്കാരം എല്ലാം ക്ലിയർ ആണ്, ഇടപാട് ശരിയല്ല, പോയി. നീ എത്ര തഹജ്ജുദ് നിസ്കരിച്ചിട്ടും കാര്യമില്ല, നിന്റെ ഇടപാട് ക്ലിയർ അല്ലയോ. നീ എത്ര തൗബ ചെയ്തിട്ടും കാര്യമില്ല, ഇടപാട് ക്ലിയർ അല്ലയോ. എത്ര ഉംറ ചെയ്തിട്ടും കാര്യമില്ല, ഇടപാട് ക്ലിയർ അല്ലയോ. എത്ര ഹജ്ജ് ചെയ്തിട്ടും കാര്യമില്ല. ഇതൊക്കെ ഹദീസും ഖുർആനും കൊണ്ട് സ്ഥിരപ്പെടുത്തി തരാം. പക്ഷെ നമുക്ക് ഇതിലൊന്നും വലിയ കാര്യമൊന്നുമില്ല, വിശ്വാസമൊന്നുമില്ല. അതാ ഞാൻ പറഞ്ഞത്, ആദ്യം വിശ്വസിക്കുക, അല്ലാഹ് ഉണ്ടെന്നും ആഖിറത്തുണ്ടെന്നും വിശ്വസിക്കുക. അങ്ങനെ ഒരു വിശ്വാസം എന്നെ അപേക്ഷിച്ചിടത്തോളം നമ്മുടെ മുസ്ലിങ്ങൾക്കിടയിൽ ഇല്ല. ചുമ്മാ പേരിന് എൻ്റെ വാപ്പ ഒരു മുസ്ലിമായിരുന്നു, അതുകൊണ്ട് ഞാനും മുസ്ലിമായി. അവരൊക്കെ ജുമാ നിസ്കരിക്കാൻ പോകുന്നു, ഞാനും ജുമാ നിസ്കരിക്കുന്നു. റമദാനെ ഞങ്ങൾ നോമ്പ് പിടിക്കുന്നു, അതുകൊണ്ട് ഞാനും നോമ്പ് പിടിക്കുന്നു. ഇതാണെന്നാ എനിക്കിപ്പോൾ മനസ്സിലാക്കുന്നത്. ഇന്ന് ഏറ്റവും കൂടുതൽ അധപ്പതിച്ചുകൊണ്ടിരിക്കുന്ന നമ്മുടെ കൗമല്ലേ, ലഹരിയിൽ കൂടുതൽ നമ്മുടെ കൗമല്ലേ കുടുങ്ങിയിരിക്കുന്നത്. എന്താ ഇവനെ കുറിച്ച് പ്രചോദനം കൊടുക്കാത്തത് കൊണ്ട്? പരിശുദ്ധമായ ഖുർആൻ ഘട്ടം ഘട്ടമായിട്ടാണ് ഈ ലഹരി നിരോധിച്ചത്. ഒറ്റയടിക്കല്ല, സഡൻ ബ്രേക്ക് അടിക്കിടാൻ പാടില്ല. പതുക്കെ പതുക്കെ ഗിയർ ഡൗൺ ചെയ്ത് വേണം നമ്മൾ ബ്രേക്ക് പിടിക്കാൻ. എങ്കിൽ ബ്രേക്ക് പാഡ് തേയാതെ നിൽക്കും. അല്ലെങ്കിൽ ഒറ്റയടിക്ക് ചവിട്ടാൻ നിന്ന് കഴിഞ്ഞാൽ 10,000 കിലോമീറ്റർ ആകുമ്പോൾ ബ്രേക്ക് പാഡ് മാറ്റേണ്ടി വരും. പതുക്കെ പതുക്കെ ഗിയർ ഡൗൺ ചെയ്താൽ വളരെ ഉപകാരം. 50,000 വരെ കിലോമീറ്റർ കിട്ടും ബ്രേക്ക് പാഡ്. പരിശുദ്ധമായ ഇസ്ലാം ഘട്ടം ഘട്ടമായിട്ടാണ്, ആളുകളെ ബുദ്ധിമുട്ടിക്കാനല്ല, ഘട്ടം ഘട്ടമായിട്ടാണ് പരിശുദ്ധ ഇസ്ലാം മദ്യം നിരോധിച്ചത്. ഒറ്റയടിക്ക് നിരോധിച്ചിട്ടില്ല, 2-3 ഘട്ടങ്ങളായിട്ടാണ് നിരോധിച്ചത്. 2-3 ഘട്ടങ്ങളായിട്ടാണ് നിരോധിച്ചത്. ഇന്ന് നമ്മുടെ കൊച്ചു കുട്ടികൾ പോലും, പെൺകുട്ടികൾ പോലും ഇതിന് അടിമകളായി മാറിയില്ലേ? ഇതെന്താ ഇസ്ലാം പഠിപ്പിക്കാത്തത് കൊണ്ടാ ഇത് തെറ്റാണെന്ന്? ഇസ്ലാം അല്ല, ഇത് ആരാ പഠിപ്പിച്ചത് ലോകത്ത് തെറ്റാണെന്ന്? ഇത് ഏറ്റവും വലിയ മാരകമായ ഒരു ഇടങ്ങേറ് പിടിച്ച ഒരു ഭക്ഷണമാണ്, ഒരു രോഗമാണ്, ഒരു വിപത്താണ്, ഒരു നാശമാണ് എന്ന് ആദ്യമായി പഠിപ്പിച്ച ഇസ്ലാമാണ് ലോകത്ത്. ബാക്കി മതങ്ങളൊക്കെ പരിശോധിച്ചാൽ ഒരു പക്ഷേ അവരുടെ ആരാധനയുടെ ഭാഗമായിട്ടെങ്കിലും ഇതൊക്കെ വീഞ്ഞും മറ്റേതൊക്കെ കഴിക്കാന്ന് വരെ പറയുന്നുണ്ട്. പക്ഷേ ഇസ്ലാം ഒരു നിലയ്ക്കും ലഹരിയുമായി ബന്ധപ്പെട്ട ഒരു കാര്യം, ആ ഭക്ഷണങ്ങൾ പോലും കഴിക്കാൻ നമ്മൾ പാടില്ല. സൂക്ഷ്മതയുള്ളവർ പ്ലംസ് കേക്ക് അതിൽ വീഞ്ഞ് ഒഴിക്കുന്നുണ്ട്. വീഞ്ഞ് ഒഴിക്കുന്നത് കൊണ്ടാണ് അത് ദിവസങ്ങളോളം അങ്ങനെ ഇരിക്കുന്നത്. ഇല്ലെങ്കിൽ അങ്ങനെ ഇരിക്കൂല, പെട്ടെന്ന് കേടായി പോകും. തഖ്വയും ഈമാനും ഉള്ളവൻ അത് കഴിക്കാൻ പറ്റൂല. അത് കഴിക്കാൻ പറ്റും. എങ്ങനെ കഴിക്കും? ചില മഹാന്മാരായ പണ്ഡിതന്മാർ ഹോമിയോ മരുന്ന് കഴിക്കൂല. കാരണം 60% അതിനകത്ത് സ്പിരിറ്റ് ഉണ്ട്. ചില മഹാന്മാരായ പണ്ഡിതന്മാർ സാനിറ്റൈസർ ഉപയോഗിക്കൂല, അതിനകത്ത് സ്പിരിറ്റ് ഉണ്ട്. ചില മഹത്തുക്കൾ സ്പ്രേ അടിക്കൂല, അതിൽ സ്പിരിറ്റ് ഉണ്ട്, എഴുതിയിട്ടുണ്ട് അതിൽ സ്പിരിറ്റ്. അത്രയ്ക്ക് സൂക്ഷ്മതയുള്ളവരാണ്. പക്ഷെ നമ്മളതൊക്കെ ഉപയോഗിക്കും. സൂക്ഷ്മതയുള്ളവർ ഉപയോഗിക്കുകയില്ല. കാരണം എന്താ? അതിനെ പേടിക്കുന്നു. ഇതുവരെ ലഹരിയാകുമോ? നീ ഹോമിയോ മരുന്ന് ഹറാമാണോ എന്ന് ഞാൻ 10 വർക്കമല്ല. ഞാൻ ഈ അടുത്ത സമയത്ത് ഒരു ഉസ്താദിനടുത്ത് ചോദിച്ചു, ബാക്കിയാത്ത് സ്വാലിഹാത്തിലെ പ്രിൻസിപ്പാൾ. അദ്ദേഹം പറഞ്ഞു, ഉസ്താദ് ഷുഗറാണ്, നമുക്ക് ഹോമിയോയിൽ നല്ല മരുന്നുണ്ടോ? ഞാൻ ഹോമിയോ എന്നാ സാപ്പിട മാട്ടെ, ഇപ്പോൾ അതിൽ സ്പിരിറ്റ് ഇരിക്കുന്നു പറയും. സ്പിരിറ്റ് ഞാൻ പറഞ്ഞു, അങ്ങനത്തെ സ്പിരിറ്റ് നിർവീര്യമാക്കി അത് നമുക്ക് അനുവദനീയമായ ചെറിയ സ്പിരിറ്റ് അല്ലയോ? കള്ള് എങ്ങനെ ഹലാലാവുന്നതെന്നാണ് ചോദിക്കുന്നത്. അല്ല തന്നെ എഴുതിയിട്ടുണ്ടല്ലോ, ആൽക്കഹോൾ 50% ഒന്നും ഇല്ലേ? ഹോമിയോ മരുന്ന് എഴുതിയിട്ടില്ലേ? മഹാന്മാരതൊക്കെ സൂക്ഷിക്കുന്നത്, നമ്മളെ കൊണ്ട് പറ്റൂലപ്പാ. നമ്മൾ മരുന്ന് എന്ന നിയത്തിലാണ് കഴിക്കുന്നത്. മരുന്ന് എന്ന നിയത്തിലാണ് നമ്മളത് കഴിക്കുന്നത്. അപ്പൊ ബഹുമാനമുള്ള സഹോദരൻ, അത്രയും സൂക്ഷ്മത പാലിക്കാണ്. ഖുർആന്റെ പ്രഖ്യാപനമാണിത്, പാടില്ല എന്ന്. യാ അയ്യുഹല്ലദീന ആമനൂ ഇന്നമൽ ഖംറു വൽ മൈസിറു വൽ അൻസാബ് വൽ അസ്ലാം റിജ്സും മിൻ അമലി ശൈത്വാൻ റിജ്സും മിൻ അമലി ശൈത്വാൻ ഫജ്തനിബൂ ലഅല്ലകും തുഫ്ലിഹൂൻ. എത്ര വലിയ വാക്ക്! മദ്യവും ചൂതാട്ടവും വർജിക്കണേ.
നിങ്ങൾക്ക് രക്ഷ വേണമോ, നിങ്ങൾക്ക് വിജയം വേണമോ, മദ്യവും ചൂതാട്ടവും നിങ്ങൾ ഒഴിവാക്കാതെ ഒരിക്കലും നിങ്ങൾക്ക് വിജയം വരിക്കാൻ സാധ്യമല്ല. ഓണ ബമ്പർ 25 കോടി കിട്ടണേ എന്ന് കരുതിയിട്ട് 6.5 ലക്ഷത്തോളം ലോട്ടറി ടിക്കറ്റ് വിറ്റിട്ട് 333 കോടി രൂപ കരസ്ഥമാക്കിയെങ്കിൽ അതിൽ 25 കോടി രൂപ ഒരാൾക്ക് ബമ്പറടിച്ചു. പാവപ്പെട്ട ഒരു ഓട്ടോറിക്ഷ ഡ്രൈവറാണ്. പക്ഷെ അവന്റെ ഇന്നത്തെ വാക്കാണ്, എനിക്ക് കിടക്കപ്പൊറുതിയില്ല, എന്നെ രക്ഷപ്പെടുത്തണം, എനിക്ക് പേടിയാവുന്നു, ശത്രുക്കൾ അധികരിക്കുന്നു, എനിക്ക് സ്വസ്ഥമായി നടക്കാൻ കഴിയുന്നില്ല. 25 കോടിയിൽ 15 കോടിയേ കിട്ടിയുള്ളൂ. എനിക്ക് ഭയങ്കരമായ ശത്രുക്കൾ കൂടുന്നു, ഒരുപാട് പേര് സഹായം തേടി എൻ്റെ വീട്ടിലേക്ക് വരുന്നു, എനിക്ക് പല ഭീഷണികൾ വരുന്നു, തട്ടിക്കളയെന്ന് പറയുന്നു, കൊന്നുകളയെന്ന് പറയുന്നു. ചിരിച്ചുകൊണ്ടിരുന്ന മുഖം ഇപ്പം ഗൗരവത്തോടെയാണ് എൻ്റെ ഇപ്പോഴത്തെ മുഖം കാണുന്നത്. ചിരിച്ചോണ്ട് ഇങ്ങനെ പൊക്കി പിടിച്ചോണ്ട് 25 കോടി അവ എന്തൊക്കെയോ കണ്ടു. ഇപ്പം പുലിയെ കണ്ടതുപോലെ എൻ്റെ മുഖം എല്ലാം കൂടെ. പണം കൊണ്ട് എങ്ങനെയുണ്ട്? സമാധാനം ഉണ്ടോ? കഴിഞ്ഞ വർഷം ബമ്പർ അടിച്ചപ്പോൾ ഇപ്പോഴും പറയാ, ഞാൻ 3 പ്രാവശ്യം ടാക്സ് അടച്ച് എൻ്റെ കുടുംബം വിൽക്കേണ്ടി വന്നു. കഴിഞ്ഞ വർഷം ബമ്പർ അടിച്ചത് ഇതെല്ലാം ഉണ്ട്. ന്യൂസ് എടുത്ത് വായിച്ചില്ലേ? ഇതൊക്കെ വായിക്കുന്നതല്ലാണ്. നമ്മൾ വിചാരിക്കും പൈസ കിട്ടുമ്പോൾ എല്ലാം അടിപൊളിയായ അളിയാ, രക്ഷപ്പെട്ടളിയാന്ന്. ബഹുമാനമുള്ള സഹോദര, സമ്പന്നന്മാര് സ്വസ്ഥമായിട്ട് 1 മിനിറ്റ് ഇരുന്ന് നമ്മളോടൊപ്പം സംസാരിക്കാൻ, സംവദിക്കാൻ അവർക്ക് സമയമുണ്ടോ? അവരല്ല നിയന്ത്രിക്കുന്നത്. ഫോൺ മറ്റൊരാളുടെ കയ്യിലാണ്. അടുത്തുള്ള പാറാവുകാരൻ തീരുമാനിക്കണം, സാർ ഇന്ന വെള്ളം കുടി, സാർ ഇയാൾ കൊടുക്കണം വെള്ളം, സാർ ഇന്ന് നമുക്കവിടെ വിശ്രമിക്കാം, സാർ ആ ശരി ഇവിടെ വിശ്രമിക്കാം, സാർ ഇന്ന് ഭാര്യ അടുത്ത് പോകണ്ട, സാർ ശരി ഇന്ന് പോകുന്നില്ല, സാർ. അവൻ തീരുമാനിക്കണം, അവന്റെ ഭാര്യ അടുത്ത് പോകണം, അവനല്ല തീരുമാനം, കൂടെയുള്ളവർ. കാരണം പണം ഇവന്റെ സംരക്ഷകരാണ് ഇവരെല്ലാവരും. ഇവര് പറയുന്നത് പോലെ സഞ്ചരിച്ചെങ്കിൽ ഇവന് പോകേണ്ട സ്ഥലത്ത് എത്തേണ്ട സ്ഥലത്ത് എത്താൻ പറ്റുള്ളൂ. ഇങ്ങനെ കുറെ പണം ഉണ്ടിട്ട് വല്ല വായതയുണ്ട്? ഒരു വാത് കേൾക്കാൻ പറയാൻ പറ്റുമോ? ഒരു തൈക്കാവി ഒന്ന് നിസ്കരിക്കാൻ പറ്റുമോ? 2 കപ്പയും മത്തിക്കറിയും കഴിക്കാൻ പറ്റുമോ? സ്വസ്ഥമായിട്ടിരുന്നിട്ട് നമ്മളൊക്കെ ആ ചമ്മന്തി ഉടച്ചിട്ട് ആ മത്തിക്കറി ഉണക്കമീനൊക്കെ തിന്നാ, മാഷാ അല്ലാ, അതിൻ്റെ ഒരു ടേസ്റ്റ് ആർക്കെങ്കിലും തിന്നാൻ പറ്റുമോ? കരുനാപ്പള്ളി കൂടെ പോകുമ്പോൾ ഏതെങ്കിലും ഒരു കടയിൽ കയറി ഒരു അൽഫാം അടിക്കാൻ പറ്റുമോ? സ്വസ്ഥമായിട്ട് ഒരു കോഴിക്കാൽ തിന്നാൻ പറ്റുമോ? തിന്നുന്നതിന് മുമ്പ് എല്ലാവരും കയറി വരൂല്ലേ? ഉള്ളതും മരിച്ചിടാൻ പോവില്ലേ? ഹബീബെ, സ്വസ്ഥതയുണ്ടോ ഈ പണത്തിന്റെ പേരിൽ? സ്വസ്ഥതയുണ്ടോ? ചിന്തിച്ചു നോക്കൂ. അപ്പൊ നമ്മൾ ഈ മദ്യം കടിച്ചാലും ഇതൊക്കെ അല്ലാഹു തആല എന്തിനാ പറഞ്ഞ? ഈ ലോട്ടറി ഇത് നിഷിദ്ധമാണെന്ന് എന്തിനാ പറഞ്ഞത്? ഇന്നമാ യുരീദു ശൈത്വാനു അയ്യൂഖിയ ബൈനകുമൽ അദാവതു വൽ ബഗ്ളാ. പിശാചിന്റെ പണിയാണിത് കേട്ടോ, പിശാചിന്റെ പണിയാണിത്. ആ പിശാചിന്റെ ജോലി നിങ്ങൾക്കിടയിൽ സത്യവും സാഹോദര്യവും സമത്വവും ഒക്കെ ഉണ്ടായ നിങ്ങൾക്കിടയിൽ ഇതങ്ങോട്ട് ഇറക്കി വിട്ടിട്ട് നിങ്ങളെ ഛിന്ന ഭിന്നമാക്കലാണ്, നിങ്ങളെ തമ്മിലടിപ്പിക്കലാണ്, നിങ്ങളെ ശത്രുക്കളാക്കലാണ്, ബദ്ധവൈരികളാക്കലാണ് പിശാചിന്റെ പണി. അതുകൊണ്ട് അല്ലാഹു പറയുന്നു, ഫജ്തനിബൂ, ഇത് നിങ്ങൾ വർജിക്കണേ എങ്കിൽ ലഅല്ലകും തുഫ്ലിഹൂൻ, നിങ്ങൾക്ക് രക്ഷപ്പെടാൻ കേട്ടോ, നിങ്ങൾക്ക് സമാധാനത്തോടെ ജീവിക്കാം കേട്ടോ. ഇതൊക്കെ നേരത്തെ പറഞ്ഞാണ്. മദ്യം കഴിച്ചവന്റെ, ലഹരി അടിച്ചവന്റെ വീട്ടിൽ സമാധാനം ഉണ്ടോ? സ്വസ്ഥതയുണ്ടോ? സമാധാനവും സ്വസ്ഥതയുണ്ടോ? മക്കൾക്ക് സ്വസ്ഥതയുണ്ടോ? വാപ്പാക്ക് സ്വസ്ഥതയുണ്ടോ? ഉമ്മാക്ക് സ്വസ്ഥതയുണ്ടോ? ആലോചിച്ച് നോക്ക്. പണ്ടൊക്കെ നമ്മുടെ വാപ്പ നമ്മുടെ വീട്ടിലുണ്ടെങ്കിൽ നമ്മൾ പതുക്കെ താമസിച്ചു പോയാൽ പേടിയാ, വിറച്ചു വരും. വാപ്പ ഇശാ നിസ്കരിച്ചു കഴിഞ്ഞ് പെട്ടെന്ന് വീട്ടിൽ വന്ന് സിറ്റ് ഔട്ടിന്റെ വാതിൽ ഇങ്ങനെ ഇരിക്കും. പണ്ടത്തെ കാരണവർമാർ മുറുക്കാനൊക്കെ മുറുക്കി വലിയൊരു തസ്ബീഹൊക്കെ എടുത്ത് പിടിച്ച് ആലത്തീഫ് ഒക്കെ പറഞ്ഞിരിക്കുമ്പോൾ ഇവ ഇച്ചിരി കാണും താമസിച്ചു പോയാൽ ഉമ്മായി വിളിക്കും, ഉമ്മ വാപ്പ ഉണ്ടോ? വാപ്പ ഉണ്ടോ? വാപ്പ അവിടെ ഫ്രണ്ട് ഇരിപ്പുണ്ട്, നീ എവിടെ പോയിരുന്നു ഇത്ര നേരം? നീ ഒരു കാര്യം ചെയ്യും, നീ അപ്പുറത്ത് അവൻ്റെ അയ്യത്തൂടെ പൊരടത്ത് കൂടെ കയറി ഇപ്പുറത്ത് വന്ന് എൻ്റെ അടുക്കളയുടെ വാതിൽ തുറന്നു അതിലെ കൂടെ കയറി മിണ്ടാതെ കയറി വാ. കുറെ നേരം കഴിയുമ്പോൾ മൂപ്പര ചോദിക്കും, ഷബീർ വന്നില്ലേ? ആ വിളി കേൾക്കുമ്പോൾ തന്നെ അല്ലാ പടച്ചവൻ, എന്താ ആ ഷബീർ വന്നില്ലേ? അവൻ എപ്പോഴേ വന്ന് കിടപ്പുണ്ടല്ലോ. ഉമ്മ സപ്പോർട്ട്. ഈ മക്കളെ മൊത്തം പഴപ്പിക്കുന്ന ഉമ്മായ.
വന്നിട്ടില്ല. ഒരു പുതപ്പെടുത്തവൻ കിടക്കുന്ന പോലെ അവിടെ കിടക്കുന്നു. ഇനി കിളവനെങ്ങാണ് ഓർത്തോട്ട് കയറാൻ പോയാ അവിടെ വെള്ളം കിടക്കുന്നു. നിങ്ങൾ അവിടെ അങ്ങ് തെന്നി വിടാതെ മനുഷ്യ അവിടെ ഇരി. അവിടെ നേരത്തെ ഞാൻ കഞ്ഞിവെള്ളം കൊണ്ടുവന്നപ്പോൾ താഴെ വീണ് നിങ്ങളെങ്ങനെ ഇനി ഞാൻ അങ്ങോട്ട് അതെന്തിനാ നീ കഞ്ഞിവെള്ളം കൊണ്ടുവന്നിട്ടേ? അത് തടയാണ്, അങ്ങോട്ട് പോകണ്ടെന്ന്. ചെറുക്കം വന്നിട്ടില്ല. രണ്ടപ്പുറത്ത് കയ്യാൽ കയറിയാൽ വരാൻ പറ്റുള്ളതില്ലേ കൂടെ. എന്റെ വഴി തുറന്നു കൊടുക്കുന്ന ആരാ? പണ്ട് കാരണവരന്മാരുണ്ടപ്പം മക്കള് പേടിച്ചു. വാപ്പ ഉണ്ട്, അല്ല പേടിയാണ്. ഇന്ന് വാപ്പ ഇശാ നിസ്കരിച്ചിട്ട് കദിയ വിളിക്കും. കദിയാ അവൻ വന്നോ? അവൻ ഉണ്ടോ? എന്തെന്നറിയോ? വാപ്പയ്ക്ക് നേരത്തെ കയറാൻ, വരുന്നതിന് മുമ്പ് വീട്ടിൽ കയറാൻ. ഇവൻ വരുന്നതിന് മുമ്പ് വീട്ടിൽ കയറണം, ഇല്ലെങ്കിൽ അവൻ മറ്റേ ഐറ്റം അടിച്ചോണ്ടാ വരുന്നത്. വാപ്പ ദിക്കറും ദുആയെല്ലാം കഴിഞ്ഞ് താമസിച്ച് വരുമ്പോ ഇത്ര നേരം ഇശാ നിസ്കരിച്ച് പള്ളിയെല്ലാം പൂട്ടിക്കൊണ്ട് വിട്ട് നാളെ മുതൽ കൃത്യസമയത്ത് കയറിയില്ലെങ്കിൽ റോഡിൽ കിടന്നോണം, അല്ലെങ്കിൽ പള്ളി പോയി കിടന്നോണം. പഠിച്ചോനെ, ഇന്നത്തെ കാലം അങ്ങനല്ലേ. പണ്ട് പിതാക്കന്മാരെ പേടിച്ചിരുന്നു. ഇന്ന് നമ്മൾ മക്കളെ പേടിക്കണം. ഇന്ന് മക്കളെ പേടിക്കണം. നമ്മൾ സ്വസ്ഥായിട്ട് വീട്ടിൽ ഉറങ്ങാൻ പറ്റൂല. ഞാൻ വാത് പറഞ്ഞ പല സ്ഥലത്ത് കരഞ്ഞോണ്ട് എന്റെ മുന്നിൽ വന്നിട്ട് വാപ്പമാര് പറഞ്ഞു, ഉസ്താദേ എന്റെ മകൻ വല്ലാത്ത കഷ്ടത്തില്ല, ലഹരിയിലാണ്, എന്നെ കൊല്ലുമെന്ന് ഭീഷണിപ്പെടുത്തുന്നു, ഒന്ന് ദുആ ചെയ്യണം ഉസ്താദേ എന്ന്. എന്റെ പൊന്നു വാപ്പ, ദുആ ചെയ്തിട്ട് കാര്യമില്ല. ഉത്തരവാദിത്വം നിങ്ങളാണ്. എന്റെ പിഴപ്പിക്കന്റെ മെയിൻ നമ്പർ 1 ഉസ്താദ് നിങ്ങളാണ്. മക്കളെ വളർത്തേണ്ട രീതി തുടക്കം മുതലേ വളർത്തിയെടുത്തിരുന്നെങ്കിലുണ്ടല്ലോ, വാപ്പായെ കണ്ടാലേ അവൻ പേടിക്കും. അവിടെ അവൻ മൂത്രം ഒഴിക്കും. അവിടെ വാപ്പായെ കണ്ടാൽ മതി. നമ്മൾ മാതാപിതാക്കൾ വപ്പം മക്കള് 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 പൊന്ന് പൊന്ന് പൂക്കള് എൻ്റെ ചക്കര തങ്കക്കുടം എന്ന് പറഞ്ഞിട്ട് ഇല്ലാത്ത മുസീബത്ത് മൊത്തം വാങ്ങിക്കൊടുത്ത് അവനെ അങ്ങോട്ട് പൊക്കി കൈവെള്ളയിൽ വെച്ച് എന്ത് തോന്നിയാസം ചെയ്താലും മിണ്ടയില്ല. ഇത്രയും സ്വാതന്ത്ര്യം വെച്ച് കൊടുത്തില്ലേ വാപ്പ ഉമ്മ? ഇപ്പൊ അനുഭവിക്കുന്നത് ആര്? എന്നിട്ട് ഇപ്പോൾ ഉസ്താദന്മാര് നമുക്കിവിടെ ചുമ്മാ ഇരിക്കാൻ വയ്യ. നമ്മൾ കാണും ദുആ ചെയ്ത ഇവനെങ്ങനെ നന്നാവോ? ഇന്നത്തെ ആധുനിക കമ്പ്യൂട്ടറിന്റെ മോനാ ഇവനെങ്ങനെ നമ്മൾ ദ്വാരം നന്നാവാ? നമ്മൾ ദ്വാരത്തിന് നമ്മളെ നന്നാവാൻ കഴിയത്തില്ല, പിന്നെ ഇവനെങ്ങനെ നന്നാവാൻ പോവാ? എങ്ങനെ നന്നാവെന്ന് പറ? എന്ത് ചെയ്യാനാ? അതുകൊണ്ടാണ് പരിശുദ്ധമായ ഖുർആൻ ഉമ്മയോടും ഉപ്പയോടും ഒരു ഉപദേശം നൽകുന്നു. യാ അയ്യുഹല്ലദീന ആമനൂ ഖൂ അൻഫുസകും വഅഹ്ലീകും നാറാ. ഉമ്മമാരെ ഉപ്പമാരെ, നിങ്ങൾ നിങ്ങളുടെ മക്കളെയും നിങ്ങളെയും സൂക്ഷിക്കണേ, നരകത്തിൽ നിന്ന് സൂക്ഷിക്കണം കേട്ടോ. അയൽവക്കക്കാരന്റെ മക്കളെ സൂക്ഷിക്കണമെന്നല്ല അള്ളാന്റെ പ്രഖ്യാപനം. നാട്ടുകാരുടെ മക്കളെ സൂക്ഷിക്കണമെന്നല്ല അള്ളാന്റെ പ്രഖ്യാപനം. നമ്മുടെ ബീജത്തിൽ പിറന്ന നമ്മുടെ സന്തതി ഉണ്ടല്ലോ, അവരെ നിങ്ങൾ സൂക്ഷിക്കണേ, നരകത്തിൽ പോകാതെ നിങ്ങൾ സൂക്ഷിക്കണേ ഉപ്പമാരെ ഉമ്മമാരെ. അതുകൊണ്ട് ചെറുപ്പം മുതല് തർബിയത്ത് കൊടുത്ത് വളർത്തേണ്ട ബാധ്യത ഉമ്മാടെ ഉപ്പാടെയും കൈകളിലാണ്. അവരുടെ കൈകളിൽ നിന്ന് മക്കൾ കുതറിപ്പോയാൽ പിന്നെ ഖേദിച്ചിട്ട് കാര്യമില്ല മക്കള്, പിന്നെ ഖേദിച്ചിട്ട് യാതൊരു പുണ്യവുമില്ല. അതുകൊണ്ട് തുടക്കത്തില് മക്കളെ എങ്ങനെ വളർത്തണമെന്ന് പരിശുദ്ധ പ്രവാചകൻ നമുക്ക് പഠിപ്പിച്ചു തന്നിട്ടുണ്ട്. പ്രവാചകന്റെ പ്രകീർത്തനങ്ങളെല്ലാം തള്ളിക്കളഞ്ഞിട്ടാണ്, ആധുനിക സംവിധാനത്തെ അതിന് അടിമപ്പെട്ടിട്ടാണ് ഇന്ന് നമ്മുടെ മക്കളെ വളർത്തിയെടുക്കുന്നത്. അതിന്റെ പേരിൽ നമ്മുടെ മക്കൾ നമ്മളെ അനുസരിക്കാത്ത അഹങ്കാരികളായ മക്കളായി പോയി. ഇന്നത്തെ സാഹചര്യം അങ്ങനെയാണ്. അള്ളാഹു നമ്മുടെ മക്കളെ കാത്തുരക്ഷിക്കട്ടെ. നമ്മുടെ മക്കൾക്ക് വേണ്ടി എല്ലാ ദിവസവും ദുആ ചെയ്യാൻ നബി തങ്ങൾ പഠിപ്പിച്ചു. എത്ര വാപ്പായും ഉമ്മയും ദുആ ചെയ്യുന്നുണ്ട്? ജസ്റ്റ് ഒന്ന് ചോദിക്കാം. നമ്മുടെ ഇന്ന് ഹക്കായിട്ട് നിങ്ങൾ കൈപോക്കണം. ഞാൻ പറയുമ്പോൾ തൻ്റെ മക്കൾക്ക് വേണ്ടി ദുആ ചെയ്തവർ കൈപോക്കും, ഇല്ലാത്തൊരു പൊക്കരുത്. ഇത്രയും പേരിൽ കുറച്ച് പേര് പൊക്കി. അള്ളാഹു എല്ലാവരുടെയും മക്കളെ നന്നാക്കട്ടെ, എല്ലാവരുടെയും മക്കളെ നന്നാക്കട്ടെ. കാരണം എന്നറിയോ, നമുക്ക് ആ ശ്രദ്ധയില്ല. അതാണ് എൻ്റെ അർത്ഥം, ശ്രദ്ധയില്ല. ഒരിക്കലും അള്ളാഹു തട്ടിക്കളയുകയില്ല. അതിലൊന്ന് ദഅവത്തുൽ വാലിദി വലദിഹി, തന്റെ വാപ്പായും ഉമ്മായും മക്കൾക്ക് വേണ്ടി ചെയ്യുന്ന ദുആ അള്ളാഹു തട്ടിക്കളയുകയില്ല. നബിയുന റസൂലുള്ളാഹി. വാപ്പായും ഉമ്മയും മക്കൾക്ക് വേണ്ടി ദുആ ചെയ്യണം. പ്രജനെ പിഴപ്പിക്കല്ല അല്ലാ, എന്റെ കുഞ്ഞിനെ പിഴപ്പിക്കല്ല അല്ലാ. ഉമ്മ കരയണം, വാപ്പ കരയണം. കഞ്ചാവടിച്ച് റോഡിൽ കിടന്നിട്ട് പോലീസുകാരൻ സ്റ്റേഷനിൽ കൊണ്ടുപോയിട്ട് വാപ്പയും ഉമ്മയും വിളിപ്പിച്ച് സ്റ്റേഷനിൽ വരുത്തുമ്പോ അന്നേരം കണ്ടിട്ടല്ല ഖേദിക്കേണ്ടത്,
അവിടെ വീഴാൻ പോകുന്നതിന് മുമ്പേ വാപ്പയും ഉമ്മയും ഖേദിക്കണം, പറയണം, ദുആ ചെയ്യണം. എന്റെ മോനെ പിഴപ്പിക്കല്ലേ പടച്ചവനെ, എന്റെ മക്കളെ പിഴപ്പിക്കല്ലേ പടച്ചവനെ. അതിനാണ് ബഹുമാനപ്പെട്ട പണ്ഡിതന്മാർ, ഉലമാക്കൾ നമുക്ക് ചില ആയത്തുകൾ പഠിപ്പിച്ചു വരുന്നുണ്ട്. മക്കൾ പ്രായപൂർത്തി എത്തുന്നതിന് മുമ്പ് അവരുടെ വലത് കാതിൽ ഓതി കൊടുക്കണം. സൂറത്തു ആല ഇമ്രാനിലെ 36-ാമത്തെ ആയത്ത്, സൂറത്തുൽ ഇഖ്ലാസ്, സൂറത്തുൽ ഫലഖ്, സൂറത്തുൽ നാസ്. ഇത് 3 പ്രാവശ്യം വീതം പ്രായപൂർത്തി എത്തുന്നതിന് മുമ്പ് നമ്മുടെ കുട്ടിയുടെ വലത് കാതിൽ ഓതി കൊടുത്താൽ അവൻ പിഴയ്ക്കുകയില്ല എന്നാണ്. അതുകൊണ്ട് പ്രസവിച്ച ഉടനെ ഞാൻ കുഞ്ഞിന് അങ്ങനെ അത് കൊടുക്കണം, ഓതി കൊടുക്കണം. അത് إني أعيذها بك وذريتها من الشيطان الرجيم فتقبلها ربها بقبول حسن وأنبتها نباتا حسنا وكفلها زكريا كلما دخل عليها زكريا المحراب وجد عندها رزقا قال يا مريم أنى لك هذا قالت هو من عند الله إن الله يرزق من يشاء بغير حساب. കുഞ്ഞുങ്ങളുടെ കാതിൽ ഓതി കൊടുക്കണം, അവൻ വ്യഭിചരിക്കൂല എന്നാണ്. ഇതൊക്കെ നമ്മൾ ചെയ്യണം. നമ്മൾ ചെയ്യേണ്ടത് ചെയ്യാത്തതിന് എന്ത് ചെയ്യണം? എന്നിട്ട് എല്ലാ ദിവസവും വാപ്പ ഉമ്മ ദുആ ചെയ്യണം മക്കൾക്ക് വേണ്ടി. എല്ലാ ദിവസവും ദുആ ചെയ്യണം. റബ്ബനാ ഹബ് ലനാ മിൻ അസ്വാജിനാ വദുർരിയാതിനാ ഖുർറത അയുൻ. കൺകുളിർമയുള്ള മക്കളാക്കണേ അല്ലാ, ഞങ്ങളുടെ മക്കളെ കൺകുളിർമയുള്ള മക്കളാക്കണേ അല്ലാ. വജഅൽനാ ലിൽമുത്തഖീന ഇമാമാ, എൻ്റെ മക്കളെ കണ്ട് നാട്ടുകാര് പഠിക്കണേ അല്ലാ, നല്ല മക്കളെന്ന് നാട്ടുകാര് പറയണേ അല്ലാ. എൻ്റെ മക്കള് നല്ലവർക്ക് നേതൃത്വം കൊടുക്കുന്ന മകനാക്കി നീ മാറ്റണേ അല്ലാ. ഖുർആനിൽ വരെ ദുആ പഠിപ്പിച്ചു തന്നിട്ടുണ്ട്. ആര് ചെയ്യുന്നുണ്ട് ഇത്? ഏതുമ്മ ചെയ്യുന്നു? മോൻ പിഴച്ചു, അവൻ ലഹരി, ഇവ ലഹരിയിൽ പോകാതിരിക്കാൻ ആര് ദുആ ചെയ്യുന്നു? ഉമ്മ കരയണം, പൊട്ടിക്കരയണം. കുഴിയിൽ വീണിട്ട് ഖേദിച്ചിട്ട് കാര്യമില്ല, അതിൽ വീഴുന്നതിന് മുമ്പ് നമ്മൾ ഖേദിക്കണം, അതിന് മുമ്പേ ദുആ ചെയ്യണം. ഇതിനാണ് ഭാര്യ ഭർത്തൃ ബന്ധം തുടങ്ങുമ്പോൾ തന്നെ ഈ പിശാചിൽ നിന്ന് എൻ്റെ കുഞ്ഞിനെ നീ സഹായിക്കണേ അല്ലാ എന്ന് ദുആ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പഠിപ്പിച്ചത്. ഇതൊക്കെ നമ്മൾ ചെയ്യാതെ കുട്ടികളെ പഴിച്ചിട്ട് കാര്യമില്ല. എന്നിട്ട് നമ്മുടെ മക്കൾക്ക് കൊടുക്കേണ്ട ഭക്ഷണം ഹലാൽ കൊടുക്കണം. ഈ വാപ്പ ഹലാൽ അല്ലാത്തത് കുറെ പണം എവിടുന്നെങ്കിലും പണം കിട്ടിയിട്ട് കാര്യമില്ല. പണം കൊണ്ടുവന്നിട്ട് ഹറാമിന്റെ അംശം ചേർത്തിട്ട് ഈ മക്കൾക്ക് കൊടുത്താൽ വല്ലാഹി ഈ മക്കൾ നന്നാവുകയില്ല. അവൻ പിഴച്ചേ പോവുള്ളൂ. നമുക്ക് കുറെ പണം ഉണ്ടാക്കിയിട്ട് കാര്യമില്ല ബീവേ. എന്തിനീ പണം? ഹറാമായ പണം, ആരാന്റെ പണം? ഇതൊക്കെ വാരി തിന്നിട്ട് തന്റെ മക്കളെ പഠിപ്പിക്കുകയാണ്. പലിശയ്ക്ക് പണം എടുത്തിട്ട് തന്റെ മക്കളെ പഠിപ്പിക്കുകയാണ്. പലിശയ്ക്ക് പണം എടുത്തിട്ട് തന്റെ മക്കളെ കെട്ടിച്ചു കൊടുക്കുമ്പോൾ കാർ കൊടുക്കുകയാണ്. പലിശയ്ക്ക് പണം കൊടുത്തിട്ട് തന്റെ മക്കളുടെ കല്യാണം ആഡംബരമായി നടത്തുകയാണ്. എന്നിട്ട് എന്ത് ദുആ? മണ്ണാങ്കട്ട ദുആ. ആര് കേൾക്കാൻ ഇത്? മൊയ്ലിയാർക്ക് 1000 രൂപ കിട്ടി, അയാളുടെ ദുആടെ കാഠിന്യം കൊണ്ട്. നമ്മൾ ഈ മുഴുവൻ കടവും എടുത്ത് പലിശയ്ക്ക് പൈസ എടുത്തിട്ട് മോളെ കല്യാണം കഴിപ്പിച്ചിട്ട് CC ഇട്ട കാറിനകത്ത് കയറ്റിയിട്ടിട്ട് മോളെ പൊയ്ക്കോ മോളെ എന്ന് പറഞ്ഞാൽ ആ മോളുടെ വയറ്റിനകത്ത് ഉണ്ടാകാൻ പോകുന്ന കുട്ടിയും ഈ പലിശയുടെ അംശമാണ്. ചിന്തിച്ചിട്ടുണ്ടോ ആരേലും? ഹലാലാണെന്ന് ഏതെങ്കിലും ഉസ്താദ്മാർ ഫത്വ വന്നോ? തരുവായിരിക്കും. അതാ ഞാൻ നേരത്തെ ആദ്യം ഓതിയ ഹദീസ്. അങ്ങനെയും ഫത്വ കൊടുക്കുന്ന ഉസ്താദന്മാരുണ്ട്. കേട്ട് പഠിച്ചോ. എന്നെ കൊണ്ട് കിട്ടൂല, എന്നെ കൊണ്ട് അതിന് പറ്റിയില്ല. ഇല്ലെങ്കിൽ അതനുസരിച്ച് മതി. ഇഷ്ടംപോലെ ഓഫറുകൾ കിട്ടും. നിങ്ങൾക്ക് വീട് വെക്കണോ, കട എടുക്കണോ, ഓഫർ ഉണ്ട്, വാ ഇങ്ങോട്ട് വാ. ഓഫർ ഇഷ്ടംപോലെ ഓഫറാ. നമ്മളിത് ഓഫർ നോക്കിയിരിക്കുകയാണ്. എങ്ങനെ ഹലാൽ, എങ്ങനെ ഹറാം, എങ്ങനെ ഇത് മനസ്സിലാക്കും? നബിയുനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറയുകയാണ്, മനിഷ്തറാ സൗബം മിൻ ദിർഹമിൻ ഹലാൽ മനിഷ്തറാ സൗബം മിൻ 10 ദറാഹിമ
ഫദിർഹമുൻ ഹലാ ഫദിർഹമുൻ വാഹിദുൻ മിൻ ഹറാം ലം യഖ്ബലില്ലാഹു സർഫൻ വലാ ദിലാ കമാ ഖാല റസൂലുള്ളാഹി. ഒരാൾ തന്റെ കുഞ്ഞുമോൾക്ക്, ഒരാൾ തന്റെ പൊന്നുമോൾക്ക്, ഒരാൾ തന്റെ പൊന്നുമോന് 10 ദിർഹം കൊടുത്തിട്ട് 100 രൂപ കൊടുത്ത് ഒരു വസ്ത്രം വാങ്ങി 90 രൂപയും ഹലാലിന്റെ പൈസയാ, 10 രൂപ ഹറാമിന്റെ പണമാണ്. അങ്ങനെ 100 രൂപ കൊടുത്ത് ഒരു കുഞ്ഞു ഉടയും വാങ്ങി തന്റെ കുട്ടിക്ക് കൊണ്ടുപോയി കൊടുക്കുകയുണ്ടായി. ആദരവായ റസൂലുള്ളാഹി തങ്ങൾ പറഞ്ഞു, ഏ ഉപ്പാ, ആ 10 രൂപ എന്ന ഹറാം കലർത്തി ആ കുഞ്ഞിന് നിങ്ങൾ ആ ഉടയാട വാങ്ങിക്കൊടുത്തതിന്റെ പേരിൽ നിങ്ങളുടെ ഫർളോ സുന്നത്തോ അല്ലാഹു സ്വീകരിക്കുകയേ ഇല്ല. ബാപ്പാന്റെ ഇത് വാങ്ങിക്കൊടുത്ത കാക്കാടെ ലം യഖ്ബല സർഫൻ വല അദ്ല, സുന്നത്തും സ്വീകരിക്കൂല ഫർളും സ്വീകരിക്കൂല. എന്നാലോ ഭയങ്കര ഹദ്ദാദ്, ഭയങ്കര ദിക്ർ, ഭയങ്കര സ്വലാത്ത്, ഭയങ്കര തൽബിയത്ത്, ഭയങ്കര തസ്ബീഹ്, ഒരിട്ടകം പോക്കറ്റ് ഇരിക്കുന്നതോ ഓണത്തിന്റെ ബമ്പർ. ഭയങ്കര ദിക്റാ സ്വീകരിക്കുന്ന. നിങ്ങൾ പറയും നമ്മുടെ ദുആ ഒന്നും പോകുന്നില്ല, മുകളിലോട്ട് ഉയരുന്ന. ഹക്ക് വല്ലാഹി, ഈ ദുആ പോയിരുന്നെങ്കിൽ ഉണ്ടല്ലോ, ഒരു ശൈത്താനും നമ്മുടെ വീട്ടിലും കയറൂല, നമ്മുടെ ഓഫീസിലും വരൂല, നമ്മുടെ പള്ളിയിലും വരൂല, ഒരു ബുൾഡോസറും വരൂല, ഒരു കുന്തവും വരൂല. ദുആയുടെ ആയുധം നമ്മളിൽ നിന്ന് വിട്ടുപോയി. ബഹുമാനപ്പെട്ട സഹാബാക്കളൊക്കെ ദുആ ചെയ്തു, അപ്പോഴപ്പോഴേ കിട്ടി, മറുപടി കിട്ടിയിട്ടുണ്ട്. അപ്പോഴേ കിട്ടി. എങ്ങനെ നമ്മുടെ ദുആ സ്വീകരിക്കാനാ? തിന്നുന്നതിനകത്ത് ഹറാമ്, കൊടുക്കുന്നതിനകത്ത് ഹറാമ്, കൊടുക്കുന്നതിനകത്ത് ഹറാമ്. ഇതല്ലേ നമ്മുടെ അവസ്ഥ? അതുകൊണ്ടാണ് അല്ലാഹു തആല പ്രത്യേകമായിട്ട് പറഞ്ഞത്, ഇതൊക്കെ നിങ്ങൾക്ക് ഞാൻ ഹറാമാക്കിയത്, ഇത് നിങ്ങൾ പിന്നെ എന്തിനാ ഹലാലാക്കിയത്, ഇതെന്തിനാ നിങ്ങൾ കഴിക്കുന്നത്, പിന്നെ എന്തിനാ നിങ്ങൾ നിസ്കരിക്കുന്നത്, പിന്നെ എന്തിനാ നിങ്ങൾ ദുആ ചെയ്യുന്നത്? എല്ലാം ഇപ്പൊ നമ്മൾ സമ്പത്താക്കിയില്ല ഹബീബേ. വഅദ് പൈസായി, ഉംറ പൈസായി, ഹജ്ജ് പൈസായി, മദ്രസ പൈസായി. പൈസ ഇല്ലാതെ കാര്യമാണ്. പൈസ ഇല്ലാതെ ഞാനൊരു യാത്ര ചെയ്യുന്നെങ്കിൽ പൈസ ഇല്ലാത്ത ഒരു യാത്ര എന്ന് പറയുന്നത് ബർസഖിയായ യാത്രയാണ്. ഒരു ലക്ഷ്യമില്ല, പണമില്ലാതൊരു യാത്ര, ഖബറിലേക്കുള്ള യാത്ര. ബാക്കി എല്ലാത്തിനും നമ്മുടെ പിന്നിൽ, അതിൻ്റെ പിന്നിൽ പണമാണ്, എല്ലാ മേഖലകളും. അതുകൊണ്ട് അതിൻ്റെതായ ബർക്കത്ത് നഷ്ടപ്പെട്ടു പോയി, അതിൻ്റെതായ ബർക്കത്ത് നഷ്ടപ്പെട്ടു. ഞാനടക്കം പറയുകയാണ്, ഞാൻ നല്ലവനായിട്ട് പറയല്ല, ഏറ്റവും മോശക്കാരൻ ഞാൻ. ഇതിനകത്ത് ഞാൻ കുടുങ്ങിപ്പോയല്ലോ എന്ന് ഞാൻ ആലോചിച്ചാണ്, ഈ പ്രസംഗത്തിൽ കുടുങ്ങിപ്പോയി. അതാണ് ഞാൻ ആലോചിക്കുന്നത്. എന്തെങ്കിലും ഹലാലായിട്ട് ബിസിനസ് ചെയ്ത് ദഅവത്ത് ചെയ്ത് ജീവിക്കലാണ് ഏറ്റവും നല്ലത്, ഞാൻ മനസ്സിലാക്കിയിടത്തോളം. ഹലാലായിട്ട് നമ്മുടെ ദുആ സ്വീകരിക്കണമെങ്കിൽ ഹക്ക് പറയാണ്. വിഷമം വരുന്നു, ഉയരുന്നില്ല മുകളിലേക്ക് ദുആ. സഹാബാക്കളുടെ ദുആ, കഴുകുമരത്തിൽ കിടക്കുകയാണ്, കയറ് കെട്ടിത്തൂക്കിയിട്ടിരിക്കുകയാണ്. ഏതാനും നിമിഷങ്ങൾക്കുള്ളിൽ സഹാബി ഇതാ ഈ ലോകത്തോട് വിട പറഞ്ഞു പോകും. അഹങ്കാരികളും അക്രമികളുമായ ഭരണാധികാരികളാണ് തന്റെ മുന്നിലുള്ളത്. പക്ഷേ അദ്ദേഹത്തിന്റെ അവസാന സമയമാണ്. അല്ലാഹു റബ്ബുൽ ഇസ്സത്തിന്റെ മുന്നിൽ നിറ കണ്ണുകളോടെ സഹാബി ദുആ ചെയ്യുകയാണ്. അല്ലാഹുമ്മ ഇസ്സിഹിം മദദാ വഖ്തുൽഹും ബദദാ വലാ തുബ്ഖി മിൻഹും അഹദാ. പടച്ചവനെ, നിന്നെ വിശ്വസിച്ചതിന്റെ പേരിൽ, നീയാണ് ഏകനായ ദൈവമെന്ന് പറഞ്ഞതിന്റെ പേരിൽ, നീ അല്ലാതെ ഒരു ഇലാഹില്ല എന്ന് പറഞ്ഞു പോയതിന്റെ പേരിൽ, നിന്റെ ഹബീബാണ് മുത്ത് മുഹമ്മദ് മുസ്തഫ തങ്ങളെന്ന് ഞാൻ അംഗീകരിച്ചതിന്റെ പേരിൽ, ആ തിരുസുന്നത്തിനെ പിൻപറ്റിയതിന്റെ പേരിൽ, പരിശുദ്ധ ഖുർആൻ പാരായണം ചെയ്തതിന്റെ പേരിലാണ് ഈ കഴുകുമരം ഞാൻ ഏറ്റുവാങ്ങേണ്ടി വന്നത്. റബ്ബേ, എനിക്കത് പ്രശ്നമില്ല. പക്ഷേ എന്നെ അതിലേക്ക്
കൊണ്ടെത്തിച്ച ഈ അഹങ്കാരികളായ തെമ്മാടികളായ ഭരണകൂടമുണ്ടല്ലോ, അല്ലാഹുമ്മ അവരുടെ എണ്ണം നീ ചുരുക്കി ചിന്ന ഭിന്നമാക്കണേ. വഖതുൽഹും ബദദാ അവരെ മുരടോടെ നശിപ്പിക്കണേ. വലാ തുബ്ഖി മിൻഹും മഹദാ ഈ ഭൂമുഖത്തിൽ ഇവരിൽ ഒരാളെ പോലും നീ ബാക്കിയാക്കരുത് അല്ലാ. ആ മഹാനായ പരിശുദ്ധ പ്രവാചകന്റെ സന്തത സഹചാരിയായ സഹാബി ആ കഴുകുമടത്തിൽ കിടന്ന് വീരമൃത്യു വരിച്ചുകൊണ്ട് ദുആ ചെയ്തെങ്കിൽ അല്ലാഹുവാണ് സത്യം, ആ ദുആ സ്വീകരിച്ചിട്ട് ഈ ഭൂമിയുടെ മുകളിൽ ആ മഹാനുഭാവനെ ആരെല്ലാം വേദനിപ്പിച്ചോ അവരിൽപ്പെട്ട ഒരാൾ പോലും ഈ ഭൂമുഖത്ത് സന്തോഷത്തോടെ ജീവിച്ചിട്ട് ഇല്ല. അവരെ മുരടോടുകൂടി അല്ലാഹു തകർത്ത് തരിപ്പണമാക്കുകയാണ് ചെയ്തത്. കാരണം ആ സഹാബിയുടെ ദുആ അർശിലേക്ക് ഉയർന്നു. നമ്മുടെ ദുആയുടെ ഒറ്റ ആയുധം മതി. സഹാബാക്കളോട് നബി തങ്ങൾ പറഞ്ഞു, നിങ്ങളുടെ ദുആ എന്ന് പറയുന്ന സഹമ് അമ്പുകൊണ്ട് ആ ശത്രുക്കളുടെ നെഞ്ചിലേക്ക് നിങ്ങൾ എറിയിൻ. കുത്തി കീറിക്കൊണ്ടു പോകും, അത് കുത്തി കീറിക്കൊണ്ടു പോകും. പക്ഷെ എവിടെ നമ്മുടെ ദുആ പോകുന്നില്ല. അതാണ് അതിന്റെ അർത്ഥം. ദുആ മാത്രമേ നമ്മുടെ ഏറ്റവും വലിയ ആയുധമാണ്. നമ്മൾ എത്ര പേർക്ക് വേണ്ടി എത്ര നാൾ കൊണ്ട് ദുആ ചെയ്യുന്നു. ലാലിമീങ്ങൾക്കൊന്നും അല്ലാഹു ഒരിക്കലും ഒരു സഹായം രക്ഷ കൊടുക്കൂല. കൊടുക്കും, കുറച്ച് നാളത്തേക്ക് കൊടുക്കും. എല്ലാവർക്കും അല്ലാഹു തആല മാറ്റി മാറ്റി അധികാരങ്ങൾ കൊടുക്കും. അതങ്ങനെയാണ് പടച്ചവന്റെ തർത്തീബ്. അങ്ങനെയാണ്. ബ്രിട്ടീഷുകാർക്ക് കൊടുത്തില്ലേ, കുറച്ചാള് മുസ്ലിങ്ങൾക്ക് കൊടുത്തില്ലേ, കോൺഗ്രസ്സുകാർക്ക് കൊടുത്തില്ലേ, ഇനി കുറച്ചാള് BJP-ക്കാർക്ക് കൊടുക്കും, പിന്നെ അത് കഴിഞ്ഞ് അല്ലാഹു തആല അടുത്താക്ക് കൊടുക്കും. അങ്ങനെയാണ് എന്റെ തർത്തീബ്. ഇതൊക്കെ കേൾക്കണ്ടേ, ഇത് മനസ്സിലാക്കണ്ടേ, ഉൾക്കൊള്ളണ്ടേ. നമ്മളാരും നല്ലവരൊന്നും അല്ല. പക്ഷെ ഇതൊക്കെ പഠിക്കുമ്പോൾ പറയുമ്പോൾ നമുക്ക് തന്നെ അൽഹംദുലില്ലാ പടച്ചോനെ ഒരു മാറ്റം ഉണ്ടാവും. എനിക്ക് ഒരുപാട് ബിസിനസ്സുകാരുമായിട്ട് പരിചയമുണ്ട്. അവരുടെ വണ്ടി CC ഇല്ല, അവരുടെ കച്ചവടത്തിൽ ഒരു രൂപ പോലും പലിശയ്ക്ക് എടുത്തിട്ടില്ല. ഒരുപാട് ബിസിനസ്സുകാരെ എനിക്കറിയാം, ഒരുപാട് വീടുകാരെ എനിക്കറിയാം. പുതിയ വീട് വെച്ചവർ എനിക്കറിയാം, കടം വാങ്ങി വെച്ചു, പക്ഷെ ഒരു രൂപ പോലും പലിശയില്ല. അറിയാം. വേണമെങ്കിൽ വേരിൽ എന്താ ചക്ക വേരിൽ കായ്ക്കെന്ന് പറയുന്ന പോലെ നമുക്ക് വേണമെങ്കിൽ ഇതൊക്കെ നടക്കും. പക്ഷെ നമുക്ക് ഇങ്ങനെ ലോണ് കിട്ടുന്ന ഫ്രീ ആയിട്ട് കിട്ടുന്നത് കൊണ്ട് നമുക്ക് അതൊരു രസമായി പോയി. അതാണ് അതിന്റെ അർത്ഥം. അതൊരു രസമായി പോയി. അതുകൊണ്ടാണ് നമ്മുടെ ദുആ സ്വീകരിക്കാതെ പോകുന്നത്. പലിശയുമായി ഹറാമായ പണം നമ്മുടെ കൂട്ടത്തിൽ ചേരുന്നു. നോക്ക്, നമ്മൾ എല്ലാ മേഖലകളിലും ഇന്നതുണ്ടല്ലോ, എല്ലാ മേഖലകളിലുമുണ്ട്. പണ്ടൊക്കെ ലോട്ടറി കച്ചവടം ചെയ്യുന്നത് ആണുങ്ങളായിരുന്നു. ഇപ്പൊ മുസ്ലിം പെണ്ണുങ്ങൾ താത്താമാര് തലയിൽ തട്ട് വിട്ടിട്ട് ലോട്ടറി കട. എനിക്ക് ഭയങ്കര വിഷമം വരുന്നു. എങ്ങനെ പോയി നമ്മൾ പറയും? എന്നിട്ട് നമ്മൾ അതിന്റെ പരിസരത്തൂടെ പോകുമ്പോൾ പെട്ടെന്ന് അവർ തലയിൽ തുണി ഒന്നും കൂടെ വൃത്തിയായിട്ട് അതോടുകൂടി മാറ്റി റെഡിയാക്കിയിടും. എൻ്റെ പൊന്നുമ്മ ഈ അടുത്ത സമയത്തെങ്ങാണ്ട് നമ്മൾ പത്രത്തിൽ കണ്ടു, ഒരു പെണ്ണ് ഇതുപോലെ ലോട്ടറി കച്ചവടം കഴിഞ്ഞ് നടന്നാ പോകുമ്പോൾ വണ്ടി ഇടിച്ചാൽ കണ്ടോ മരിച്ചു. ഒരു സഹോദരി. അള്ളാഹു പുറത്തു കൊടുക്കട്ടെ. നമുക്കിപ്പോൾ അതല്ലേ പറയാൻ പറ്റുള്ളൂ. ഇത് ചൂതാട്ടമല്ലേ? 333 കോടി രൂപയ്ക്ക് 25 കോടിയുടെ ലോട്ടറി വിറ്റിട്ട് ബാക്കി പൈസ എന്തേ? നമ്മൾ ചിന്തിച്ചു നോക്ക്. 25 കോടി രൂപയാണ് അതിന് കിട്ടിയത്. പിന്നെ കുറച്ചൊരു 10 കോടി 20 കോടി 50 കോടി ബാക്കി ഇനി ചില്ലറയായിട്ട് കൊടുത്താലും 100 കോടി കൊടുത്താലും ബാക്കി അത് ലാഭമല്ലേ? അപ്പൊ എല്ലാവരുടെ ലക്ഷ്യം എന്താ? എല്ലാവരും 500 രൂപ കൊടുക്കുന്ന എന്തിനാണ്? എനിക്കത് കിട്ടണം, അത് കിട്ടണം. പക്ഷെ കിട്ടിയോ? ഞാൻ കർണാടകയിൽ പ്രസംഗിക്കാൻ കഴിഞ്ഞ ആഴ്ച പോയപ്പം അവർ പറയാ അവിടുന്ന് എടുത്തു ആളുകൾ 1 ലക്ഷം രൂപയുടെ ടിക്കറ്റ്. കർണാടകത്തിൽ നിന്ന് കേരളത്തിന്റെ മെമ്പർ വല്ലതും കിട്ടിയോ? ഒന്നും കിട്ടിയില്ല. പോയില്ലേ? ഇതുകൊണ്ടാണ് പരിശുദ്ധ ഖുർആൻ പറഞ്ഞത്, ഇന്നമൽ ഖംറു വൽ മൈസിറു വൽ അൻസാബു വൽ അസ്ലാം റിജ്സും മിൻ അമലി ശൈത്താൻ. ഈ ചൂതാട്ടം, ഈ ലോട്ടറി, പലിശ, അതേപോലെ ഈ മദ്യവും ഈ ലഹരിയും ഇതെല്ലാം പിശാചിന്റെ കെണിയാണ് കേട്ടോ. റിജ്സും മിൻ അമലി ശൈത്താൻ.
പിശാചിന്റെ കെണിയാണ് പെങ്ങളെ. അതുകൊണ്ട് മദ്യപിച്ച് വരുന്നവർക്ക് നീ ഭക്ഷണം വിളമ്പി കൊടുക്കരുത്. ആദരവായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറഞ്ഞ ഒരു ഹദീസ് നിങ്ങളുടെ മുന്നിൽ ഞാനിതാ പറഞ്ഞു തരാം. അള്ളാഹുവിന്റെ റസൂലിനെ നിങ്ങൾക്ക് പേടിയുണ്ടോ? നബി തങ്ങളാണ് നമുക്ക് നമ്മെ നാമാക്കി മാറ്റിയത്. ആ ഹബീബായ തങ്ങളുടെ ജന്മദിനമിതാ ഏതാനും ദിവസങ്ങൾക്കുള്ളിൽ വരികയാണ്. അള്ളാഹുവിന്റെ റസൂലിന്റെ ശഫാഅത്ത് വേണോ? അവിടുത്തെ മുബാറക്കായ കരങ്ങൾ കൊണ്ട് ഹൗലുൽ കൗസർ വേണമോ? ആ പ്രവാചകന്റെ വാക്കാണ് പൊന്നുപെങ്ങള്. മൻ ശഗ്രിബൽ ഖംറ വഅത്അമ മൻ അത്അമ തആമ അലാ ശാരിബിൽ ഖംറി സല്ലല്ലാഹു അലാ ജസദിഹി ഹയ്യതൻ വഅഖറബാ ഔ കമാ ഖാല അലൈഹിസ്സലാം. നിന്റെ ഭർത്താവ് മദ്യപിച്ച് വീട്ടിലേക്ക് വന്നാൽ, നിന്റെ മക്കളെ ലഹരി ഉപയോഗിച്ച് കഞ്ചാവിന് അടിമയായി വീട്ടിലേക്ക് വന്നാൽ, ഉമ്മമാരെ നിന്റെ മുന്നിലിരിക്കുന്ന കഞ്ചാവിന്റെ മക്കൾക്ക് നിന്റെ കൈ കൊണ്ട് അവർക്ക് നീ ഭക്ഷണം വിളമ്പി കൊടുത്താൽ സല്ലല്ലാഹു അലാ ജസദിഹി ഹയ്യതൻ വഅഖറബാ. മദ്യമെന്തെന്ന് രുചിച്ചിട്ടില്ലാത്ത, എന്താണ് RDX എന്ന് അറിഞ്ഞിട്ട് പോലുമില്ലാത്ത, എന്താണ് കഞ്ചാവെന്ന് കേട്ടിട്ട് പോലുമില്ലാത്ത ഈ ഉമ്മാന്റെ കൈകൊണ്ടാണ് ഇവർക്ക് നിങ്ങൾ ഭക്ഷണം വിളമ്പി കൊടുത്തതെങ്കിൽ ആ മാതാവിന്റെ ഖബറിലേക്ക് അല്ലാഹു പാമ്പുകളെയും തേളുകളെയും നിയോഗിക്കുമത്രേ. അല്ലാഹു കാത്തുരക്ഷിക്കട്ടെ. നമ്മുടെ ഉമ്മ കഷ്ടം, നമ്മുടെ ഉമ്മ കഷ്ടം, നമ്മുടെ ഭാര്യ കഷ്ടം. നമുക്ക് വേണ്ടി കഷ്ടപ്പെട്ട് നമുക്ക് ഭക്ഷണം വാരി തരുന്ന, ഭക്ഷണം ഉണ്ടാക്കി തരുന്ന, ഭക്ഷണം വിളമ്പി തരുന്ന ആ ഭാര്യ അല്ലെങ്കിൽ ആ ഉമ്മ, അവരുടെ ഖബറിലേക്ക് അള്ളാഹിന്റെ ശിക്ഷ ഇറങ്ങാണ്. എന്തേ കാരണം? ഈ മദ്യപിച്ച് വരുന്നവർക്ക്, ഈ ലഹരി ഉപയോഗിച്ച് വരുന്നവർക്ക് നീ ഭക്ഷണം കൊടുത്തു, അവർക്ക് നീ ഭക്ഷണം കൊടുത്തു. അതുകൊണ്ടാണ് ആദരവായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം يؤمن بالله واليوم الآخر فلا يشرب الخمر. അല്ലാഹുവിൽ നിങ്ങൾക്ക് വിശ്വാസമുണ്ടോ? ആഖിറത്തിൽ നിങ്ങൾക്ക് വിശ്വാസമുണ്ടോ? പരലോകത്തിൽ വിശ്വാസമുണ്ടോ? ആരുടെ മണ്ണിൽ നിങ്ങൾക്ക് വിശ്വാസമുണ്ടോ? നാളെ ആഖിറത്തിൽ ചോദ്യമുണ്ടാകുമെന്ന വിശ്വാസം നിങ്ങൾക്കുണ്ടോ? ഒരു കാരണവശാലും നിങ്ങൾ ലഹരി പദാർത്ഥങ്ങൾ ഉപയോഗിക്കരുത്. പൊന്നു സഹാബാക്കളോട് ആദരവായ റസൂലുള്ളാഹി തങ്ങളെ പറയുകയാണ്, ഏ സഹാബാ, ഇനി ഒരു കാലഘട്ടത്തിലേക്ക് വരുന്നവർ ഒരു പക്ഷേ ഇത് ഉപയോഗിച്ചേക്കാം. ഓർക്കണം, ഇനി ഉപയോഗിക്കാത്തവർ ആരെങ്കിലും അവരുടെ കൂട്ടുകാരായി മാറിയാൽ അവർക്കും അല്ലാഹുവിന്റെ റസൂലിന്റെ താക്കീതാണ്. വമൻ കാന യുമിനു ബില്ലാഹി വൽ യൗമിൽ ആഖിർ ഫലാ യജ്ലിസ് അലാ മാഇദത്തിൻ യുദാറു അലൈഹൽ ഖംറു യുശ്റബു അലൈഹൽ ഖംറു. സത്യവിശ്വാസികളെ, സത്യവിശ്വാസിനികളെ, മദ്യപിച്ച് മതോന്മത്തനായി ലഹരി കടിമയായി വരുന്ന ചെറുപ്പക്കാരന്റെ കൂട്ടത്തില് ഏതെങ്കിലും പാവപ്പെട്ട ഒരു സഹോദരൻ മദ്യപിക്കാത്തവൻ പോയിരുന്നാൽ അല്ലാഹു കാത്തുരക്ഷിക്കട്ടെ. അല്ലാഹു റബ്ബുൽ ഇസ്സത്ത് നാളെ അവനെ പരിഗണിക്കുക പോലുമില്ല. ലാ ഹുജ്ജത ലഹു വഹശറഹു അല്ലാഹു യൗമൽ ഖിയാമത്തി അഅമാ. ആരെങ്കിലും മദ്യപാനിയുടെ ലഹരി ഉപയോഗിക്കുന്നവനോടൊപ്പം സഹകരിച്ചാൽ, സഹവസിച്ചാൽ, കൂട്ടുകൂടിയാൽ, അവനോടൊപ്പം നിന്റെ യാത്ര ചെയ്താൽ, അവരോടൊപ്പം നീ പോയിരുന്നാൽ നാളെ ആഖിറത്തിൽ കൂട്ടുകാരാ നിന്നെ ഉയർത്തിയെഴുന്നേൽപ്പിക്കുന്നത് അഅമാ, അന്ധനായിട്ടാണ് കേട്ടോ. ലാ ഹുജ്ജത ലഹു, അവന് യാതൊരു ആധാരവുമില്ല, ഒരു തെളിവുമില്ല. ആ മദ്യപാനികളോടൊപ്പം അവരും നരകത്തിലാണ്. അല്ലാഹു കാത്തുരക്ഷിക്കട്ടെ. അല്ലാഹു കാത്തുരക്ഷിക്കട്ടെ. അല്ലാഹു നമ്മുടെ മക്കളെ കാത്തുരക്ഷിക്കട്ടെ. ആരാ ഇവിടെ മദ്യപിച്ചോന്റെ കാര്യമല്ല പറഞ്ഞത്. ഈ കഞ്ചാവടിക്കുന്ന കൂട്ടുകാരനോടൊപ്പം നമ്മൾ കൂട്ടുകൂടിയാൽ,
ഇത് അടിച്ച് കലക്കി കലക്കി കൂടെ മറ്റിടത്ത് കയറ്റി വെക്കുന്നവന്റെ കൂടെ റൂമിൽ കിടന്നുറങ്ങിയാല് ومن جالسه حشره الله يوم القيامة أعمى. അവനെ നാളെ അന്ധനായിട്ടാണ് അള്ളാഹു ഉയർത്തെഴുന്നേൽപ്പിക്കുക. നഊദു ബില്ലാഹ്, നഊദു ബില്ലാഹ്, നഊദു ബില്ലാഹ്. ഒന്നും കാണാൻ പറ്റൂല. ومن أقرضه قرضا. ആരെങ്കിലും മദ്യപാനിക്കോ ലഹരി ഉപയോഗിക്കുന്നവനോ ഒരു പൈസ കടം കൊടുത്താൽ ഫഖദ് ആന അലാ ഹദമിൽ ഇസ്ലാം. ഇസ്ലാമിന്റെ നിയമനിർമ്മാണങ്ങളെ തച്ചുടയ്ക്കുന്നവന്റെ കൂലിയാണ്, ശിക്ഷയാണ് അവന് ലഭിക്കുക. അതുകൊണ്ട് മദ്യപാനികൾക്കും ലഹരി ഉപയോഗിക്കുന്നവർക്കും പണം ചോദിച്ചു വന്നാൽ കടം കൊടുക്കരുതേ. നോക്കണം ഇസ്ലാം പഠിപ്പിക്കുന്ന മാർഗം. അത്രയും ഗൗരവേറിയ വിഷയമാണത്. അവന് പൈസ പോലും കടം കൊടുക്കാൻ പാടില്ല. അവനെ അങ്ങനെ സഹായിച്ചാൽ ഇസ്ലാമിനെ തകർത്തവന്റെ ശിക്ഷ നിനക്കുണ്ടാവും. കൊടുക്കാൻ പാടില്ല, ഒറ്റപ്പെടുത്തണം എല്ലാരും. അപ്പൊ അവൻ മനസ്സിലാക്കും. ലാ തുസല്ലിമൂ അലാ ശർബത്തിൽ ഖംർ. ഈ ലഹരി ഉപയോഗിക്കുന്നവർക്ക് നിങ്ങൾ സലാം ചൊല്ലരുതേ. വലാ തഊദൂ മർളാഹും. അവൻ രോഗിയായാൽ രോഗസന്ദർശനം നടത്തരുതേ. വലാ തുസല്ലൂ അലാ ജനായിസിഹിം. അവർ മരണപ്പെട്ടാൽ അവരുടെ മയ്യത്ത് നിങ്ങൾ നമസ്കരിപ്പിക്കരുതേ. കമാ ഖാല റസൂലുള്ളാഹി. മയ്യത്ത് പോലും നിസ്കരിപ്പിക്കാൻ പാടില്ല. ആലോചിച്ച് من مات سكرانا دخل القبر وهو سكران وبعث وهو سكران ودخل النار وهو سكران كما قال عليه السلام. മദ്യപിച്ചിട്ടെങ്ങാനുമാണ് ലഹരി ഉപയോഗിച്ച അതേ അവസ്ഥയിൽ 40 ദിവസത്തിനുള്ളിലെങ്ങാനുമാണ് ഈ ചെറുപ്പക്കാരൻ മരിച്ചുപോയാൽ അതേ മദ്യപിച്ച അവസ്ഥയിലാണ്, ലഹരി ഉപയോഗിച്ച അതേ അവസ്ഥയിലാണ് ഖബറിൽ അവൻ കഴിയുക. അതേ അവസ്ഥയിൽ തന്നെയാണ് ഖബറിൽ നിന്ന് ഉയർത്തെഴുന്നേൽപ്പിക്കപ്പെടുക. അതേ അവസ്ഥയിൽ തന്നെയാണ് നരകത്തിൽ പ്രവേശിപ്പിക്കപ്പെടുക. പടച്ചവനെ, ഈ സമൂഹത്തെ നീ കാക്കണേ അല്ലാ. ഈ വൈകല്യങ്ങളിൽ നിന്ന് ഞങ്ങളുടെ സഹോദരങ്ങളെ രക്ഷപ്പെടുത്തണേ അല്ലാ. ആരല്ല ഖബറിന്റെ അരികിൽ വന്ന് അല്ലാഹുമ്മ ഗഫിർ ലഹു, അല്ലാഹുമ്മ ഗഫിർ ലഹു, അല്ലാഹുമ്മ ഗഫിർ ലഹു, പൊറുക്കണേ പൊറുക്കണേ എന്ന് പറഞ്ഞാൽ എങ്ങനെയാണ് അല്ലാഹു പൊറുത്തു കൊടുക്കുക? ഇത്രയും ഉപദേശ നിർദ്ദേശങ്ങളെ കേട്ടിട്ട് ഇനിയും ഒരു ചെറുപ്പക്കാരൻ ഈ ദുഷിച്ച സ്വഭാവത്തിൽ നിന്ന് അവൻ ഒഴിവാകാൻ തയ്യാറില്ലയോ? എങ്ങനെയാണ് സഹോദരങ്ങളെ അല്ലാഹു അവന് മാപ്പ് ചെയ്തു കൊടുക്കുക? അവൻ മദ്യപിച്ച് 40 ദിവസത്തിനുള്ളിൽ എങ്ങാണ് മരണപ്പെട്ടാൽ ദഖലന്നാർ, അവൻ നരകത്തിലാണ്. കമാ ഖാല റസൂലുള്ളാഹി. നരകത്തിൽ പോകും തൗബ ഇല്ലാതെ മരിച്ചാൽ. എങ്ങനെ തൗബ ചെയ്യാൻ? അതിന് ബോധം വേണ്ടേ? ഈ തൗബ ചെയ്യണമെങ്കിൽ വല്ല സാധനം വേണ്ടേ? ഇത് ഏതാ ലോകം ഏതാന്ന് പോലും അറിയില്ലല്ലോ. ഇപ്പൊ പുതിയൊരു സാധനം ഇറങ്ങിയിട്ടുണ്ട്, ലണ്ടൻ ലഹരി. ഇനി അടുത്ത എൻ്റെ വിഷയം അതാണ്, ലണ്ടൻ ലഹരി. അടുത്ത സ്ഥലത്ത് ഇനി അടുത്ത വിഷയം ഞാൻ വയ്ക്കും, ലണ്ടൻ ലഹരി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പ്രശ്നമൊന്നുമില്ല, നല്ല കില്ല ഒന്നും അടിക്കത്തൊന്നുമില്ല. നമ്മളിപ്പോൾ സാധാ ഒരു കോള കുടിച്ചതുപോലെ ഇരിക്കും, അതുപോലത്തുള്ള സാധനങ്ങളാണ്. അത് ലണ്ടനിൽ നിന്ന് വരുന്ന സാധനമാണെന്നാണ് പറയുക. അപ്പോൾ അതുകൊണ്ട് ഇപ്പോൾ ആരുടെ അടുത്തും എവിടെയും പോകാം. ഉമ്മായൊക്കെ കണ്ടാൽ ചിലപ്പം ചെറുതായിട്ടൊക്കെ അത് തിരിച്ചറിയാൻ പറ്റും. പെങ്ങന്മാരെയൊക്കെ കണ്ടാൽ ചെറുതായിട്ടൊന്ന് തിരിച്ചറിയാൻ പറ്റും. ആ അവസ്ഥയിലേക്ക് എത്തിയപ്പോൾ അതിൻ്റെ പേര് ലണ്ടൻ ലഹരിയായി പോയി. അതിലേക്ക് അതപ്പതിച്ചു പോയി മക്കളെല്ലാം. അള്ളാഹു നമ്മുടെ മക്കളെ കാത്ത്. വാപ്പാ ഉമ്മ വേണമെങ്കിൽ നിങ്ങളുടെ മക്കളെ പിടിച്ചോ, വേണമെങ്കിൽ നീ അടുത്ത അയൽവക്കക്കാരുടെ മക്കളെ നീ നോക്കണ്ട. നിന്റെ കുട്ടി, നിന്റെ ബീജത്തിൽ ജനിച്ച കുഞ്ഞ് സന്തോഷത്തോടെ റാഹത്തായിട്ട് എനിക്ക് ദുആ ചെയ്യണം, എനിക്ക് ഖിദ്മത്ത് ചെയ്യുന്ന കുഞ്ഞായി മാറണമെന്ന് ആഗ്രഹം ഉണ്ടെങ്കിൽ വല്ല നേർച്ച നേർന്നോ, പൈസ അള്ളാന്റെ മാർഗത്തിൽ സദഖ ചെയ്തിട്ട് ദുആ ചെയ്യിപ്പീര്. അതിൽ വലിയ ഫായിദയുണ്ട്. ഈ കൊല്ലം ജില്ലയിൽ തന്നെ ഞാനൊരു ആൾ പറയാൻ വന്ന സ്ഥലത്ത് ഒരു ഉമ്മ ഒരു സ്വർണ്ണമോതിരം തന്നിട്ട് എൻ്റെ മോന് അധ്യാപിക്കുന്നവനാ, ഒന്ന് ദുആ ചെയ്യണേ ഉസ്താദ്, രക്ഷപ്പെടാൻ വേണ്ടി ദുആ ചെയ്ത്. വല്ലാഹി അൽഹംദുലില്ലാ ആ കുട്ടി ഈ സംഘാടകൻ തന്നെ പറഞ്ഞാണ് 5 ദിവസത്തിനുള്ളിൽ അവനത് ഒഴിവായി.
അവൻ പിന്നെ വലിയ ദഅവത്തിന്റെ ആളായി, ദീനീ പ്രവർത്തകനായി. ആ ഉമ്മ മരിച്ചുപോയി. ഈ അടുത്ത സമയത്ത് വണ്ടി ഇടിച്ച് മരിച്ചു. അള്ളാഹു മഗ്ഫിറത്ത് കൊടുക്കുമാറാകട്ടെ. ആ ഉമ്മ ഹയാത്തിൽ അവൻ താടി വെച്ച് തൊപ്പി വെച്ച് നമസ്കരിക്കുന്നത് നല്ല റാഹത്തായിട്ട് കണ്ടിട്ടാണ് ഉമ്മ മരണപ്പെട്ടത്. ആ ഉമ്മൻ്റെ ആഗ്രഹം അതായിരുന്നു. കയ്യിൽ കിടക്കുന്ന ഒരു മോതിരം ഊരിക്കൊടുത്ത് ദുആ ചെയ്യിപ്പിച്ചു, സദഖ ചെയ്ത് ദുആ ചെയ്യിപ്പിച്ചു. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഖുർആനിൽ അല്ലാഹു തആല പറഞ്ഞ കാര്യമാണല്ലോ, ഖുദ് മിൻ അംവാലിഹിം സദഖതൻ തുതഹിറുഹും വതുസക്കീഹിം ബിഹാ വസല്ലി അലൈഹിം. നബിയേ, അവരെ സമ്പൽ സമൃദ്ധിയുള്ളവരാക്കാനും സംസ്കാര ബോധമുള്ളവരാക്കാനും സംശുദ്ധരാക്കാനും പരിശുദ്ധരാക്കാനും വേണ്ടി നബിയേ, അവരുടെ ജേബിൽ നിന്ന് പണമെടുത്തിട്ട് അവർക്ക് വേണ്ടി നിങ്ങൾ ദുആ ചെയ്യണം. നബിയേ വസല്ലി അലൈഹിം, അവർക്ക് വേണ്ടി നിങ്ങൾ ദുആ ചെയ്യണം പ്രവാചകരെ. കാരണം ഇന്ന സ്വലാത്തക സകനുൽ ലഹും, അങ്ങ് ആർക്ക് വേണ്ടിയാണോ ദുആ ചെയ്യുന്നത് ആ ദുആ അവർക്ക് സമാധാനവും സന്തോഷവും ഗുണവും ഉണ്ടാക്കി കൊടുക്കും. നബിയേ, സൂറത്ത് തൗബ പൈസ കൊടുത്ത് നിങ്ങൾ ആർക്ക് വേണ്ടി എന്ത് നിയത്തിലാണ് ദുആ ചെയ്യിപ്പിക്കുന്നത് ആ ദുആ സ്വീകരിക്കുന്നു. അവർക്ക് ഇന്ന സ്വലാത്തക സകനുൽ ലഹും, ഇവിടെ സ്വലാത്തിന്റെ അർത്ഥം ദുആ എന്നാണ്. ഈ ദുആ അവർക്ക് ഗുണം ചെയ്യുന്നു. അതിനാണ് ഈ കൊടുത്ത ദുആ ഇറക്കാൻ പറയുന്നത്. അതിന് ഏറ്റവും വലിയ തെളിവാ ഈ കൊല്ലം ജില്ല കരുനാഗപ്പള്ളിക്ക് അടുത്താണ് സംഭവം. വെറുതെ പറയല്ല, പൈസ കിട്ടാൻ വേണ്ടൊന്നും പറയല്ല. നമുക്ക് ഇവിടെ പൈസ ഒന്നും ആവശ്യമൊന്നുമില്ല. നിങ്ങൾക്ക് വേണമെങ്കിൽ ചെയ്യുക, വേണമെങ്കിൽ ദ്വാരിപ്പിക്കുക, ദുആ ചെയ്യുക, നിങ്ങളും ദുആ ചെയ്യുക. ഇത് വെറുതെ അല്ല. ഇത് ഈ പറയുന്നത് ഖുർആൻ കൊണ്ട്, ഖുർആനെ വിശ്വസിക്കണേ ചെയ്താൽ മതി. നിങ്ങൾ എടുത്ത് വെച്ച് നോക്കിയോ സൂറത്ത് തൗബ. ഞാൻ ഇനി ഒപ്പിച്ച് പറയുകയാണെന്ന് അർത്ഥം നിങ്ങൾ നോക്കിയോ, നെറ്റ് അടിച്ച് നോക്കിയോ. ഇപ്പം എല്ലാം നെറ്റ് ഉണ്ടല്ലോ, കയ്യിരിപ്പോണ്ടല്ലോ സാമാനം. ഇപ്പം അങ്ങനെയാണല്ലോ നോക്കുന്നത്. ഒരെണ്ണം എട്ടെണ്ണ പുളുക്കാന്ന് കുത്തി നോക്കുകയല്ലേ. എല്ലാം നോക്കല്ലോ. ഞാൻ വെറുതെ പറയണോ ഇല്ലോ എന്നറിയാലോ. എന്തിനാ ഇതൊക്കെ ഇങ്ങനെ ഉറപ്പിച്ച് പറയുന്നറിയോ? ഈ കൗമിന്റെ മനസ്സിലൊന്ന് കയറാൻ, ഇനിയെങ്കിലും ഖുർആൻ ഒന്ന് കയറട്ടെ, ഹദീസ് ഒന്ന് കയറട്ടെ, ഒന്ന് മനസ്സിലാക്കട്ടെ. അതിനുവേണ്ടി ഇങ്ങനെ തറപ്പിച്ച് പറയുന്നത്. കേറുന്നില്ല, പിന്നെയും ദുനിയാവ്. ആണ് പെണ്ണാകുന്ന കാലം ഇല്ലേ? മറ്റേ സാധനം മാറ്റി വെച്ചാൽ മതി. അതുമായി അല്ല, അത് ചിരിക്കാൻ എന്താ? അതായില്ലേ? അതുമായില്ല അബീവേ. ഇപ്പൊ ഒരു പെണ്ണെ മാറ്റി വെച്ച് കിടന്ന് കരയോ, എനിക്ക് മൂത്രമൊഴിക്കാൻ മുട്ടും സാധിക്കുന്നില്ല, നിങ്ങളൊക്കെ പ്രാർത്ഥിക്കണം. ഓൺലൈനിലൂടെ ദുആ കൊണ്ട് അഭ്യർത്ഥന. മൂത്രമൊഴിക്കാൻ വയ്യാന്ന് ഞാൻ മാറ്റി വെച്ചതാ സാധനം, പക്ഷേ എനിക്കിപ്പോൾ മൂത്രമൊഴിക്കാൻ പോലും പറ്റുന്നില്ല. നിങ്ങളെല്ലാവരും പ്രാർത്ഥിക്കണേ. ഞാൻ 3 ഓപ്പറേഷൻ കഴിഞ്ഞു, ശരിയാവുന്നില്ല എന്ന്. അല്ലാഹു തആല കൊടുത്ത സാധനമേ, അതിന് നമ്മളായിട്ട് മാറ്റാൻ നിന്നാൽ പിന്നെ നമ്മൾ എത്ര ദുആ ചെയ്തിട്ട് വല്ല കാര്യം ഉണ്ടാകാതെ. ഓരോരുത്തർക്കും അള്ളാഹു ഓരോ തർത്തീബ് അനുസരിച്ച് അവൻ്റെ രീതി അനുസരിച്ചാണ് അള്ളാഹ് സൃഷ്ടിച്ചത്. അത് മാറ്റം വരുത്താൻ ആർക്കും അവകാശമില്ല. യാ അയ്യുഹൽ ഇൻസാൻ മാ ഗറക ബിറബ്ബികൽ കരീം الذي خلقك فسواك فعدلك في أي صورة ما شاء ركبك. നിന്നെ എത്ര സുന്ദരനാക്കിയടാ അള്ളാഹ് എടുത്ത് ഇങ്ങനെ അങ്ങോട്ട് വെച്ച് അങ്ങോട്ട് തന്നത്. എത്ര സുന്ദരനും എത്ര സുന്ദരിയുമാക്കി അല്ലാഹു തആല നിന്നെ സൃഷ്ടിച്ചെന്ന. നിന്നെ ആരാ ഇതിന് തെറ്റിച്ചളഞ്ഞത്? ഇതിങ്ങനെ മാറ്റി വെക്കണം, അവൻ്റെ അടുത്ത് ഇതിനകത്ത് വെക്കണം, ഇതിൻ്റെ അടുത്ത് അതിനകത്ത്. ഇത് ആരാടാ ഇത് പഠിപ്പിച്ചത് നിന്നെ? അള്ളാഹ് ചോദിക്കുക, ഞാനല്ല. നിന്റെ റബ്ബിനെ ആരാ വഞ്ചിച്ചു കളഞ്ഞത്? ഇത് ആരാ പറഞ്ഞത് ഇങ്ങനെയൊന്നും ഇല്ല, അങ്ങനെയല്ല, ഇങ്ങനെ ആക്കാം, അങ്ങനെയൊക്കെ ആകാന്ന് ആരാ പറഞ്ഞത്? ആണിനുള്ളത് അല്ലാഹു തആല ആണിന് വേണ്ടിയിട്ടുള്ളതാണ്, പെണ്ണിനുള്ളത് അല്ലാഹു തആല പെണ്ണിന് വേണ്ടിയിട്ടുള്ളതാണ്. ഇവരുടെ രണ്ടുപേരുടെ ബന്ധങ്ങളിലൂടെയാണ് അല്ലാഹു തആല ആണിനെയും പെണ്ണിനെയും അല്ലാഹു ദുനിയാവിൽ നൽകുക. ഖുർആൻ യാ അയ്യുഹന്നാസ് ഇന്നാ ഖലഖനാകും മിൻ ദക്കരി വ ഉൻസാ. ദക്കർ ഉൻസ രണ്ടും അല്ലാഹ് പറഞ്ഞ എന്തിനാ പിന്നെ ഇവിടെ? ഇപ്പൊ ചില പെണ്ണുങ്ങൾ പറയുന്നത് ഞങ്ങൾക്ക് പെണ്ണുങ്ങൾ മാത്രം മതി, ലെസ്ബിയൻ എന്നാണ് ഇംഗ്ലീഷിൽ പറയുന്ന. 2 താത്താമാർ ഇപ്പൊ പോയിട്ട് കണ്ടില്ലേ, ഞങ്ങൾ മാത്രം മതി എന്നാണ്.
ആ ഒരു തർത്തീബ് ഇസ്ലാമിലുണ്ടോ? ആണും പെണ്ണും എന്ന് പറഞ്ഞാൽ അല്ലാഹു തആല ആണിനെ ആണാക്കി പെണ്ണിനെ പെണ്ണാക്കി സൃഷ്ടിച്ചെങ്കിൽ ഇത് രണ്ടും സമാവോ അബീബേ? ഇവിടെ ഇപ്പൊ ഒരാണ് ഒരു ബോഡി ധരിച്ചു, പെണ്ണാവോ? ആവൂല. ഒരു പെണ്ണ് പാന്റ് ധരിച്ചു, ടീഷർട്ട് ഇട്ടു, ആണാവോ? ഇല്ല. ഖുർആന്റെ പ്രഖ്യാപനമാണിത്. അല്ലാഹു തആല ആണിനെ കൊണ്ട് സത്യം ചെയ്തു, പെണ്ണിനെ കൊണ്ട് സത്യം ചെയ്തു. വല്ലൈലി ഇദാ യഗ്ശാ വന്നഹാരി ഇദാ തജല്ലാ വമാ ഖലഖൽ ദക്കറ വൽ ഉൻസാ. രാത്രിയെ തന്നെയാണ് സത്യം, പകലിനെ തന്നെയാണ് സത്യം, ഈ ആണിനെ തന്നെയാണ് സത്യം, ഈ പെണ്ണിനെ തന്നെയാണ് സത്യം. ഈ ആണിൽ നിന്നും പെണ്ണിൽ നിന്നുമാണ് നിങ്ങളെ നാം സൃഷ്ടിച്ചത്. വഖലഖ മിൻഹാ സൗജഹാ വബസ്സ മിൻഹുമാ റിജാലൻ കസീറൻ വനിസാഅ. അതിലൂടെ ധാരാളം ആണുങ്ങളെയും പെണ്ണുങ്ങളെയും സൃഷ്ടിച്ച തങ്ങളുടെ നാഥനുണ്ടല്ലോ, അവനെ നിങ്ങൾ സൂക്ഷിക്കണേ, ഭയപ്പെടണമേ. ഖുർആൻ അല്ലാഹു പറഞ്ഞ വാക്കല്ലേ ഇത്? ആണ് വേറെ പെണ്ണ് പറയുന്നത്. പിന്നെ എങ്ങനെ ആണ് പെണ്ണാവും, പെണ്ണാണാവും? പിന്നെങ്ങനെ ആണ് പെണ്ണാവും, പെണ്ണാണാവും? ആവൂല. എങ്ങനെയാവും? അല്ലാഹു സുബ്ഹാനഹു വ തആല ആണുങ്ങളുടേതായ ചില കപ്പാസിറ്റിയും കഴിവുകളും രീതികളും രൂപങ്ങളും ഒക്കെ വെച്ചിട്ടുണ്ട്. പെണ്ണിന് പെണ്ണിൻ്റെതായ ശൈലിയും വെച്ചിട്ടുണ്ട്. അവക്കില്ലാത്തത് നമുക്കുണ്ട്, നമുക്കില്ലാത്തത് അവർക്കുണ്ട്. അതങ്ങനെയാണ് അതിന്റെ തർത്തീബ്. അങ്ങനെയാണ് പടച്ചവൻ ഖുർആനിൽ പറഞ്ഞതല്ലേ, ആണിന് വേറെ പെണ്ണിന് വേറെ പ്രത്യേകം എടുത്ത് പറഞ്ഞല്ലോ. പിന്നെ പെണ്ണ് കൊണ്ട് മാത്രം പെണ്ണിനെ തൃപ്തിപ്പെടുകയും ആണ് കൊണ്ട് മാത്രം ആണായിട്ടും പെണ്ണ് കൊണ്ട് മാത്രം തൃപ്തിപ്പെടുകയും ചെയ്താൽ അതാണ് നബിയുനാ റസൂലുള്ളാഹി തങ്ങൾ പറഞ്ഞത്. ഞാൻ ആദ്യം ഒരു ഹദീസ് കൊണ്ട് തുടങ്ങിയില്ലേ, പറഞ്ഞുതരാം. ഇദസ്തഗ്ന നിസാഉ ബിന്നിസാ വൽറിജാലു ബിർറിജാൽ. 1000 വർഷങ്ങൾക്ക് മുമ്പ് അല്ലാഹുവിന്റെ റസൂൽ പറഞ്ഞ ഹദീസാണ് കേട്ടോ. ആണിനെ കൊണ്ട് പെണ്ണിനെ കൊണ്ട് തൃപ്തിപ്പെടുന്ന ഒരു കാലം വന്നാൽ, ലെസ്ബിയന്റെ കാലം വന്നാൽ, ഗേയുടെ കാലം വന്നാൽ, നബിയേ പറഞ്ഞു കൊടുക്കണേ, ഫബശ്ശിറുഹും ബിറിഹിൻ ഹംറാ. പ്രകൃതിക്ഷോഭങ്ങളെ കൊണ്ട് സന്തോഷ വാർത്ത അറിയിക്കണേ. കൊടുങ്കാറ്റടിക്കും കേട്ടോ, പ്രകൃതി ക്ഷോഭിക്കും കേട്ടോ, ഭൂമികുലുക്കമുണ്ടാകും, ഭൂകമ്പമുണ്ടാകും, ഉരുൾപൊട്ടലുണ്ടാകും കേട്ടോ. ബഹുമാനപ്പെട്ട ഉമ്മുൽ മുഅ്മിനീൻ ആയിഷ റളിയല്ലാഹു തആല അൻഹയോട് ഒരു കൂട്ടം സ്വഹാബകൾ പോയിട്ട് ചോദിക്കുകയാണ്, മഹദി അവർകളെ, യാ ഉമ്മുൽ മുഅ്മിനീൻ ഹദ്ദിസ്നി അനിസ് സൽസല. ഇടയ്ക്കിടയ്ക്ക് ഉരുൾപൊട്ടലുണ്ടാകാനുള്ള കാരണം എന്ത്? ഇടയ്ക്കിടയ്ക്ക് മഴ, വല്ലാത്ത മഴ ശല്യപ്പെടുത്തുന്ന വല്ലാത്ത മഴ, പ്രകൃതി ദുരന്തം, പ്രകൃതിക്ഷോഭം, ഇതൊക്കെ ഉണ്ടാകാനുള്ള കാരണം എന്ത്? എന്തുകൊണ്ടാണ് കടൽ അടങ്ങാത്തത്? ഇടയ്ക്കിടയ്ക്ക് കടൽ ക്ഷോഭിച്ചുകൊണ്ട് അതിന്റെ തിരമാല കൊണ്ട് ഞങ്ങളെ കവർന്നെടുത്ത് ഞങ്ങളെ തിന്നുകളയുകയല്ലേ? അതിനുള്ള കാരണമൊന്ന് വിവരിക്കൂ. മഹദിയായ ആയിഷ റളിയല്ലാഹു അൻഹ പറയുകയാണ്, ഇസ്തസ്തബാഹു അസ്സിനാ. വ്യഭിചരിക്കാൻ പരസ്യമായ സർട്ടിഫിക്കറ്റ് ഏതൊരു സമുദായം, ഏതൊരു സർക്കാർ, ഏതൊരു ഭരണകൂടം നൽകുന്നുവോ, വശുരിബു അൽ ഖുമൂറ, പലതരത്തിലുള്ള ലഹരി പദാർത്ഥങ്ങൾ വിപണിയിൽ സുസജ്ജമാണോ, ലഭിക്കുന്ന കാലം വരുവോ, വാക്കലു അരിബാ, പലിശയുടെ പല ഭാഗങ്ങളിലൂടെ ആരൊക്കെയാണോ അത് കഴിക്കുന്നത്, അങ്ങനെ ഒരു കാലം വന്നാൽ പ്രകൃതിക്ഷോഭം നിലയ്ക്കുകയില്ല കേട്ടോ. ആരാ പറഞ്ഞത്? 1000 വർഷങ്ങൾക്ക് മുമ്പ് പരിശുദ്ധ പ്രവാചകൻ നമ്മുടെ മുന്നിലേക്ക് കടന്നു വന്നിട്ട് ഈ സത്യാവസ്ഥകൾ വിളിച്ചു പറഞ്ഞില്ലേ? 21-ാം നൂറ്റാണ്ടിലെ ഈ വർത്തമാന കാലഘട്ടത്തിൽ താമസിക്കുന്ന ഞാനും
ഞാനും നിങ്ങളും തലയിൽ കൈവച്ച് പറയുകയാണ്, ഇതെന്തോ ഒരു പ്രകൃതിക്ഷോഭമാ, ഇതെന്തോ ഒരു മഴയാണ്, ഇതെന്തോ ഒരു വെള്ളപ്പൊക്കമാ. ഇത് പറയാനുള്ള കാരണം എന്തേ? പരസ്യമായ വ്യഭിചാരങ്ങൾ വ്യാപിച്ചുപോയി, പരസ്യമായി ലഹരി പദാർത്ഥങ്ങൾ ഉപയോഗിച്ചു പോയി, പരസ്യമായി പലിശകൾ മനുഷ്യൻ തിന്നു തുടങ്ങി. ഇത് നിർത്താൻ പറ്റുമോ? മുടിയാത് 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 എന്നാൽ ഞാൻ വിടമാട്ടേൻ. വീണ്ടും ശിക്ഷ വന്നോണ്ടേയിരിക്കും. അതാണ് അതിനർത്ഥം. നടക്കോ? ഇത് ഒഴിവാക്കാൻ തയ്യാറുണ്ടോ? ഇല്ല. ഷട്ടർ പൊട്ടുക, ഡാമിന്റെ തന്നെ പൊട്ടുകയാണ്. അള്ള കാക്കട്ടെ, അതെങ്ങാനും പൊട്ടിയാല് പിന്നെ നമുക്ക് കിടക്കാൻ പറ്റുമോ? ആര് രക്ഷപ്പെടുത്താൻ വരാൻ? തനിയെ പൊട്ടി അടുത്ത സമയത്ത് ഷട്ടർ വായിച്ചില്ലേ? പത്രത്തിൽ വായിച്ചില്ലേ? നിങ്ങൾ രണ്ടുപേരും തലയാട്ടണം. അല്ലെ ഞാൻ കള്ളത്തരം പറയുന്നു വിചാരിക്കും. ചില പത്രം വായിക്കാത്തൊരു കൂട്ടത്തിലുണ്ട്. ഇല്ലേ ഉസ്താദ്? വായിച്ചില്ലേ? അതന്നെ, ഇടയ്ക്കിടയ്ക്കൊക്കെ വായിക്കണം, പത്രമൊക്കെ വായിക്കണം. തനിയെ ഷട്ടർ പൊട്ടിയത് അല്ലോ പടച്ചോ കാത്ത്. അതൊക്കെ അള്ള പിടിച്ചിരുത്തുന്നതാ. ഈ കടലിനെ അള്ള പിടിച്ചിരുത്തുന്ന. ഇവിടെ അടുത്തല്ലേ കടല്? എത്ര കിലോമീറ്റർ ഉണ്ട് ഇവിടുന്ന്? 12 കിലോമീറ്റർ വരും. 10 കടലിന് 10 കിലോമീറ്റർ വലിയ കാര്യമാണോ? 40 കിലോമീറ്റർ പത്തനാപുരത്തോട്ട് വരാൻ വലിയ കാര്യമാണോ? നിങ്ങൾ കടലിനടുത്ത് പോയിട്ട് നിന്നിട്ട് കടലിന്റെ ഉള്ളിലോട്ട് നിങ്ങൾ നോക്കിയിട്ടുണ്ടോ? നമ്മളെക്കാളും പൊങ്ങിയിട്ടാണോ അതുള്ളത്, താന്നിട്ടാണോ ഉള്ളത്? പൊങ്ങിട്ടല്ലേ? ശ്രദ്ധിച്ചിട്ടുണ്ടോ? 6 അടി മുകളിലോട്ടാണ് നിൽക്കുന്നത്. എന്തിനറിയോ? തെള്ളി നമ്മളെ അങ്ങാകത്തിടാൻ. അതിന്റെ തർത്തീവിൽ അള്ള ഇങ്ങനെ വെച്ചിരിക്കുകയാണ്. ലൈസ മിൻ ബഹരിൻ ഇല്ലാ ലൈസ മിൻ ലൈലത്തിൻ ഇല്ലാ വൽ ബഹറു യുശ്രിഫു ഫീഹാ സലാസ മറാത്ത്. എല്ലാ രാത്രിയും നമ്മൾ അഴീക്കൽ കടലിന്റെ ഓരത്ത് പോയിരുന്ന് ചീട്ട് കളിക്കുകയും നമ്മൾ RDX തിന്നുകയും കഞ്ചാവ് ലഹരി ഉപയോഗിക്കുകയും ചെയ്യുന്നില്ലേ? ഓർക്കണേ, ആ കടല് അള്ളാഹുവിനോട് പറയുകയാണ്, നാദാ, ഈ അഹങ്കാരികൾ എന്റെ മുന്നിൽ വന്ന് കാണിക്കുന്ന തമ്മാടിത്തരം കണ്ടിട്ട് എനിക്ക് സഹിക്കാൻ കഴിയുന്നില്ല. ഞാൻ ഇവരെ ഒന്ന് പിടിക്കട്ടെയോ അല്ലാ. അള്ളാഹുവിനോട് കടൽ ചോദിക്കുകയാണ്, പടച്ചവനെ, ഞാൻ ഈ തിരമാല കൊണ്ട് ഇവരെ ഒന്ന് പൊതിയട്ടെയോ അല്ലാ. ഒരു സുനാമി അടിപ്പിക്കട്ടെ. ഉടനെ അള്ളാഹുവിന്റെ കാരുണ്യം കൊണ്ട് കടലിനോട് പറയും, അടങ്ങ് കടലേ, അടങ്ങണേ, അടങ്ങണേ. അതുകൊണ്ടാ സ്വസ്ഥമായിട്ട് അവിടെ കടൽ അവിടെ കിടക്കുന്നത്. ഇല്ലെങ്കിൽ നിങ്ങളുടെ ആ കല്ലുണ്ടല്ലോ, ആ ത്രികോണക്കല്ല്, ഇതൊന്നും കടലിൽ നിന്നും വലിയ കാര്യമൊന്നുമില്ല. വലിയ വലിയ ബഹുനില കെട്ടിടങ്ങളൊക്കെ എടുത്ത് പറിച്ചുകൊണ്ട് പോകുന്നത്. പിന്നെ ആ കല്ല് കൊണ്ട് കടലിനെ ഇങ്ങോട്ട് വരാതിരിക്കാൻ കല്ലിട്ടേക്കുക. ഇതൊക്കെ വലിയ കാര്യമായി. ഈ കല്ലിനെ അതിജയിച്ചിട്ട് എത്ര റോഡാ നശിപ്പിച്ചു കളഞ്ഞത്. പിന്നെ അള്ളാന്റെ കരുണയാണ്. അടങ്ങ് കല്ല്, അടങ്ങടങ്ങ്. എല്ലാ ദിവസവും രാത്രി കടല് 3 പ്രാവശ്യം അള്ളാഹോട് പറയും, ഓ ഇവർ കാണിക്കുന്ന കണ്ടോ പടച്ചവനെ. ഒന്ന് ഞാനൊന്ന് സഹിക്ക വയ്യാതെ വരുമ്പോൾ ഇടയ്ക്കിടയ്ക്ക് ഒരു ഇച്ചിരി ക്ഷോഭം ഒന്ന് കൂട്ടി പരിസരക്കാരെയൊക്കെ ഒന്ന് പേടിപ്പിക്കുന്നത്. ഇത് അള്ള പിടിച്ചു വെച്ചത് കൊണ്ടാണ്. അവൻ കാരണം നമ്മളോട് ചെയ്യുന്നത് കൊണ്ടാണ്. ഇല്ലെങ്കിൽ നമ്മളിപ്പോൾ 40 കിലോമീറ്റർ 50 കിലോമീറ്റർ അപ്പുറത്ത് കടന്നിട്ടൊന്നും കാര്യമൊന്നുമില്ല. വരേണ്ടത് അവിടെയും വരും. ഇതൊക്കെ ദുആ. അള്ളാന്റെ കരുണയാണ്, അവന്റെ കാരുണ്യമാണ്. അതുകൊണ്ട് നമ്മൾ ഇതിൽ നിന്നെല്ലാം വർജിക്കണം, ഒഴിവാകണം. അതിന് പരിശ്രമിക്കണം. കുറേശ്ശെ നമ്മൾ പരിശ്രമിക്കണം. ബോധവൽക്കരണം നടത്തണം. നമ്മുടെ ചെറുപ്പക്കാരെ വിളിക്കണം. നമ്മൾ മനസ്സിലാക്കേണ്ടത്, നമ്മുടെ വാപ്പയും ഉമ്മയും അവരവരുടെ വീട്ടിലെ മക്കളെ അവർ നന്നാക്കുക. അതാണ് ഞാൻ പറയുന്നത്. നമ്മൾ നാട്ടുകാരെ മൊത്തം നന്നാക്കാൻ പറ്റൂല. ഇപ്പൊ ഇവിടെ വെള്ളം അടിക്കുന്നവൻ വന്ന് വാത് വെക്കാൻ വരുമോ? ഇപ്പൊ ഉസ്താദ് പറയും, ഇപ്പൊ സാമൂഹിക ലഹരി, സാമൂഹിക തിന്മകൾക്കെതിരെ ഉസ്താദ് ഒരു പ്രഭാഷണം നടത്തണം. അതെ, ഓക്കെ. ഞാനിപ്പോ ഇവിടെ ഒന്ന് പ്രഭാഷണം നടത്തണമെങ്കിൽ വെള്ളം അടിക്കുന്നവൻ വരണ്ടേ? സദസ്സിൽ കഞ്ചാവ് കഴിക്കുന്നവൻ വരണ്ടേ? ഇവിടെ കുറെ മുത്തല്ലിമീങ്ങളും ആലിമീങ്ങളും ഉസ്താദന്മാരും പണ്ഡിതന്മാരും ഉമറാക്കളും 5 നേരം ഇബാദത്തുള്ളവരൊക്കെ ഇവിടെ വന്നിരിക്കുന്നത്. ഞങ്ങൾക്ക് ഇതുമായിട്ട് യാതൊരു ബന്ധവുമില്ല. ഈ വാത് നിങ്ങൾക്കാണ് ഉള്ളത്. അപ്പൊ നിങ്ങൾ വെള്ളം അടിക്കുന്നവരാ. പിന്നെ ആരെടുത്ത ഇത് പറയാന്? അവ ഇപ്പൊ മറ്റേ ഐറ്റം അടിച്ചോണ്ട് അവിടെ ഇങ്ങനെ പഴയ ഐശ്വര്യെല്ലാം കണ്ടിട്ട് ഇങ്ങനെ ഇരിക്കുകയാണ് സംഭവം. അവനിപ്പോ ഇവിടെ വാത് കേൾക്കാൻ വരാൻ പോവാ.
പിന്നെ ഇത് ആരോടാ പറയുക? അതുകൊണ്ട് ഞാൻ പറയുന്നു, ഈ വഅള് നിങ്ങളുടെ മക്കൾക്ക് വേണ്ടി വാപ്പമാരും ഉമ്മമാരും കേൾക്കുന്നു. എന്നിട്ട് നിങ്ങളുടെ വാപ്പ കണ്ട, അതുകൊണ്ടാണ് സഹിക്കവയ്യാതെയാണ് ഒരു വാപ്പ ആ പെൺകുട്ടിയെ പല നിലയ്ക്ക് ഉപദേശിച്ചു. ഇതിൽ നിന്ന് ഒഴിവാകാൻ ഗതിയില്ലാതെയാണ് ആ വാപ്പ തൻ്റെ മകളെ കഴുത്തറുത്ത് കൊന്നത്. നമ്മൾ കണ്ടതല്ലേ? കാസർഗോഡൊന്നുമല്ല. നിങ്ങൾ ആരാണ്ടൊക്കെ പറഞ്ഞത് കാസർഗോട്ടുള്ള പെണ്ണാണെന്ന്. കാസർഗോഡൊന്നുമല്ല, അതൊക്കെ ഹൈദരാബാദിലും കണ്ടാടുന്ന സംഭവമാണത്. സംഭവിച്ചില്ല. ഇത് എന്തുകൊണ്ടാ? അൺസഹിക്കബിൾ. വാപ്പ പറഞ്ഞു 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 മടുത്തു. ഇനി രക്ഷയില്ല, ഇനി രക്ഷയില്ല എന്ന് മനസ്സിലാക്കിയിട്ട് കൊന്നു കളഞ്ഞു. പിന്നെ അല്ലാണ്ട് എന്ത് ചെയ്യാൻ എന്ന് പറഞ്ഞാൽ നമ്മുടെ മക്കളെ നമ്മൾ കൊന്നു കളയണമെന്നല്ല പറഞ്ഞത്. നമ്മുടെ മക്കളെ നമ്മൾ ചെറുതായി കൊന്നുകൊണ്ടിരിക്കുകയാണ്. യുവത്വം എന്ന് പറയുന്നത് ശബാബത്ത് എന്ന് പറയുന്നത്, യുവത്വം എന്ന് പറയുന്നത് ഒരു തരം ജുനൂൻ, ഭ്രാന്താണെന്നാണ്. എന്തായാലും ഭ്രാന്താണത്. അതുകൊണ്ടാണ് അവൻ്റെ മുടിയൊക്കെ കണ്ടില്ലേ, ഇന്ന് ഓരോരുത്തന്മാരുടെ മുടി സ്പ്രിങ് മുടി പോലെ, ഭ്രാന്തൻ. ഇവനൊക്കെ വിചാരിക്കുന്നത് എന്തോ ഭയങ്കര കാര്യമാണെന്ന്. നാറിയിട്ട് തള്ളിയാൽ അതിൻ്റെ അടുത്ത് പോയിരുന്നിട്ട് ഇങ്ങനെ സ്പ്രിങ് പോലെ ഫുള്ള് എന്താ ആക്കി വെച്ചിരിക്കുകയാണ്. അല്ലാഹു സുബ്ഹാനഹു വ തആല എത്ര സൗന്ദര്യം കൊടുത്തു, എത്ര സുന്ദരനാക്കി മാറ്റി. എന്നിട്ട് ഇവൻ പെണ്ണിന്റെ കോലത്തിൽ നടക്കുന്നു. ഇതാണ് നബി തങ്ങൾ പറഞ്ഞത്, ഒരു കാലം വരും ആണ് പെണ്ണിന്റെ വേഷം ധരിക്കും, പെണ്ണ് ആണിന്റെ വേഷം ധരിക്കും. കറക്റ്റ് സംഭവിച്ചില്ലേ? നബിയുനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറയുകയാണ്, കേട്ടോ, അർബഅത്തുൻ യുസ്ബിഹൂന ഫീ ഗളബില്ലാഹ് വയുംസൂന ഫീ സഖത്തില്ലാഹ്. 4 വിഭാഗം ആളുകൾ അല്ലാഹു തആല ആർശിന്റെ മുകളിൽ നിന്ന് അവരെ ശപിക്കുകയാണ്. രാവിലെയും വൈകിട്ടും അവരുടെ മേൽ ശാപം ഇറങ്ങിക്കൊണ്ടേയിരിക്കും. 4 വിഭാഗം ആളുകൾ. ഒന്ന് അൽ മുതശബ്ബിഹൂന മിനർ റിജാലി ബിന്നിസാ. പുരുഷൻ സ്ത്രീയുടെ വേഷം കെട്ടുന്ന പുരുഷനെ അല്ലാഹു ശപിച്ചുകൊണ്ടിരിക്കുകയാണ്. സ്ത്രീയുടെ വേഷം കെട്ടുന്ന പുരുഷൻ, സ്ത്രീയുടെ കൂട്ടും മുടി. ചില ആണുങ്ങളെ കണ്ടിട്ടാ, ഈ പണ്ടൊക്കെ പെണ്ണുങ്ങൾ മുടി ഇവിടെ ഇങ്ങനെ കെട്ടി വെക്കൂലേ, അസ്നാമിൽ ബഖർ എന്ന് പറയുന്ന ഹദീസിൽ പറയുന്നതിനാണ്. ഈ ഒട്ടകത്തിന്റെ പൂഞ്ഞു പോലെ ഇങ്ങനെ മുടിയൊക്കെ ഇങ്ങനെ കെട്ടിവെക്കുന്ന. അതേപോലെ ഇപ്പൊ നമ്മുടെ ചെറുപ്പക്കാരും മുടി ഇങ്ങനെ ഇവിടെ കെട്ടിവെക്കാറുണ്ട്. കണ്ടിട്ടുണ്ടാ? നിങ്ങൾ കണ്ടിട്ടുണ്ടാ? ആ ഉണ്ട്. കണ്ടിട്ടില്ലേ? ബാ കാണിച്ചാലാ. ആണാണ് പെണ്ണാണ്. ബാ കണ്ടിട്ടില്ലേ? കണ്ടിട്ടുണ്ടാ ചോദിക്കണം. കണ്ടില്ലേ? ചില ഹോട്ടലിലൊക്കെ പോലെ കാണാം ഇങ്ങനെ നമ്മളെ കൂട്ടിയിട്ട് പെണ്ണിന്റെ കൂടെ. അതേപോലെ പെണ്ണുങ്ങൾ ഇടുന്ന ചെയിൻ, കഴുത്തിലിടുന്ന ചെയിൻ ആണുങ്ങൾ ഇടുന്നു. കൊച്ചു കൊച്ചു കുട്ടികൾക്ക് വരെ ഈ വാപ്പാമാർ ഇട്ട് കൊടുക്കുന്നു പള്ളിയിൽ കൊണ്ടുവരാൻ. ഈ ചെയിൻ വെള്ളിയുടെ ചെയിൻ. വെള്ളിയുടെ ചെയിൻ എന്ന് പറയുന്നത് ഒരു വെള്ളി മോതിരം മാത്രമാണ് പുരുഷന് ഹലാൽ. അല്ലാതെ ഒന്നും ഹലാലില്ല. വളയം ചെറുപ്പക്കാരിടുന്നു. കാത് കുത്തുന്നു ചെറുപ്പക്കാർ, അല്ലേ? ഇതെല്ലാം ഞാൻ പറഞ്ഞൊക്കെ ഇല്ലേ? ഇതൊക്കെ ആരുടെ പണിയാ? ഈ മറയ്ക്കപ്പുറത്തിരിക്കുന്നവരുടെ പരിപാടിയാണ് ഇതൊക്കെ അവരുപയോഗിക്കേണ്ടതാണ്. അത് നമ്മൾ ഏറ്റെടുത്തു. അവരുടെ ഡ്രസ്സ് നമ്മൾ ധരിക്കാൻ തുടങ്ങി. ഇന്നിപ്പം പെണ്ണുങ്ങളൊക്കെ ഈ കണങ്കാലിൻ്റെ മുകളിലാണ് അവരുടെ പാൻറ്റ്. കണ്ടുണ്ടോ? അവരുടെ പാൻറ്റ് കണങ്കാലിൻ്റെ മുകളിലാണ് അവരുടെ പാൻറ്റ്. എന്നിട്ട് ടീഷർട്ട് ഇടും. ഇത് യഥാർത്ഥത്തിൽ ആണുങ്ങളുടെ വസ്ത്രമാണ്. കണങ്കാലിൻ്റെ മുകളിൽ വേണം പാൻറ്റ് ധരിക്കാൻ ഇസ്ലാമിൽ പുരുഷന്മാർക്ക് അനുവദിച്ചിരിക്കുന്നത്. ഇതൊന്ന് പെണ്ണ് ഏറ്റെടുത്തു. അവരുടെ വസ്ത്രം നമ്മൾ ഏറ്റെടുത്തു. പെണ്ണ് ആണിന്റെ വസ്ത്രം ധരിക്കും, ആണ് പെണ്ണിന്റെ വസ്ത്രം ധരിക്കും. നബിയുനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ അതാണ് പറഞ്ഞത്. 4 വിഭാഗം ആളുകളെ അല്ലാഹു ശപിക്കുകയാണ്. അതിലൊന്ന് അൽ മുതശബ്ബിഹൂന മിനൻ നിസാഇ അൽ മുതശബ്ബിഹൂന മിനർ റിജാലി ബിന്നിസാ. സ്ത്രീകളുടെ വേഷം കെട്ടുന്ന പുരുഷന്മാരെ അല്ലാഹു ശപിച്ചിരിക്കുന്നു. 2 വൽ മുതശബ്ബിഹാതു മിനൻ നിസാഇ ബിൽ റിജാൽ. പുരുഷന്മാരുടെ വേഷം കെട്ടുന്ന സ്ത്രീകളെയും അല്ലാഹു ശപിച്ചിരിക്കുന്നു. ലഅനല്ലാഹു റജുലാ. ഒരു പുരുഷനെ അല്ലാഹു ശപിച്ചു. യൽബസു ലിബ്സതൽ മർആ. പെണ്ണിന്റെ വസ്ത്രം അവൻ ധരിച്ചാൽ അവനെ അല്ലാഹു ശപിച്ചു. ലഅനല്ലാഹു ഇംറാഅതൻ. ഒരു പെണ്ണിനെ അല്ലാഹു ശപിച്ചു. തൽബസു ലിബ്സതർ റജുലി. ഒരു പുരുഷന്റെ വസ്ത്രം അവൾ ധരിക്കുന്നു, അതിന്റെ പേരിൽ അല്ലാഹു അവളെയും ശപിച്ചു. കമാ ഖാല റസൂലുള്ളാഹി. ഇതാണ് ബർക്കത്തില്ലാത്ത ജീവിതത്തിൽ ബർക്കത്തില്ല.
പറയട്ടെ, യൂണിഫോം നമുക്ക് കുറ്റം പറയാൻ പറ്റുമോ? ഈ സാമാനൊക്കെ ഇരിക്കുന്നതിന് നാളെ എന്നെ പൊക്കിക്കൊണ്ട് പോകാൻ ഒന്നും പറയാൻ പറ്റൂലല്ലോ. ഇപ്പം അവർക്കിപ്പോൾ ജോലിയൊന്നും ചോദിക്കൊണ്ട് പോയി ഇപ്പോൾ ആരെ ചോദിക്കാനാ? യൂണിഫോമിൻ്റെ ഇപ്പം അങ്ങനെയാണ്, എന്ത് ചെയ്യാൻ പറ്റും? സമത്വവാദം എന്ന് പറഞ്ഞിട്ട് ആണ് പെണ്ണിൻ്റെ കൂടെ ഇപ്പോൾ ഇരുത്തണം, അപ്പുറത്തിരുന്നോണം. അല്ലാ, മടിയിലൊക്കെ ഇരുത്തണം. ഈ അടുത്ത സമയത്ത് കണ്ടില്ലേ ഒരു വേറ്റി ഷർട്ട് പൊളിച്ചു കളഞ്ഞത്, മടി കെട്ടിയിരുത്തുന്നു. ശ്രീകാര്യം കോളേജിലോട്ട് വാ, കാണിച്ചു തരാം. ശ്രീകാര്യത്ത് വാ, കാണിച്ചു തരാം. ആണും പെണ്ണും. ഞങ്ങളുടെ നാട്ടിലോട്ട് വാ, തിരുവനന്തപുരത്തോട്ട് വാ, കോളേജിൽ കാണിച്ചു തരാം. പരസ്യമായിട്ട് പെണ്ണുങ്ങളെ നമ്മൾ വേണമെങ്കിൽ മാറി പൊയ്ക്കോണം. ഫയസ്തഹീ മിൻഹും, നമ്മൾ അവളിൽ നിന്ന് പൊയ്ക്കോണം പരസ്യമായിട്ട് രംഗത്ത്. ഒരതീത് ഞാൻ തരട്ടെ, അത് തന്നെ നബിതങ്ങൾ പറഞ്ഞ എല്ലാം ഉണ്ടപ്പ. ഇതെല്ലാം കണ്ടിട്ട് നമ്മൾ വലിയ അത്ഭുതപ്പെടാനൊന്നുമില്ല. ഇതൊക്കെ പറഞ്ഞ് സമയം തീരാറായി കേട്ടോ. വേണമെങ്കിൽ ഇസ്തിഗ്ഫാറും ഇബാദത്തും ഒക്കെ ചെയ്ത് കഴിഞ്ഞ് കുടിക്കോ, ഖബറിലെങ്കിലും പോയിട്ട് രക്ഷപ്പെടാം. തീരാറായി, സമയം തീരാറായി. കാരണം നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞ ഏകദേശമുള്ള അടയാളങ്ങളൊക്കെ ഇതാ ഇപ്പോൾ വലിയ അടയാളങ്ങളേ ഉള്ളൂ. ചെറിയ അടയാളങ്ങളൊക്കെ വന്നു കഴിഞ്ഞു. കാരണം ആണെന്ന് പറഞ്ഞാൽ അതാ ഈ ആദ്യം തോന്നിക്കൊണ്ട് വരുന്നത്. അപ്പൊ ആണിന്റെ വേഷം ധരിക്കുന്ന പെണ്ണിന്റെ വേഷം ധരിക്കുന്ന ആണ്. 3 ആണുങ്ങളോട് സൊഡോമി പ്രകൃതി വിരുദ്ധമായ പരിപാടിക്ക് പോകുന്നവർ. മൃഗങ്ങളോട് വേഴ്ച ചെയ്യാൻ പോകുന്നവർ. ഇപ്പോഴത്തെ പുതിയ പാഠപുസ്തകത്തിലൊക്കെ ഇനി 40-ാമത്തെ അധ്യായത്തിൽ ഒരു ദിവസം നമ്മൾ മൃഗം ആവണമെന്നൊക്കെ വരുന്നുണ്ട്. അതുകൊണ്ടാണ് ഭൂരിപക്ഷം പണ്ഡിതന്മാർ ഇതിനൊക്കെ എതിർക്കുന്നത്. ഈ പാഠ്യ പദ്ധതി പറ്റൂല, ഒരു ദിവസം മൃഗം ആവണമെന്ന്. നമ്മൾ ഒന്നാമത് ഇപ്പോഴേ മൃഗമായിട്ടിരിക്കുകയാണ്. ഇനിയിപ്പോൾ അതിൻ്റെ അടുത്ത് ഇനി എന്തിനു മൃഗമാവാൻ പോണത്? മൃഗം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താ? അവർക്ക് ഇഷ്ടമുള്ള സ്ഥലത്ത് വെച്ച് അവർക്ക് വേഴ്ച ചെയ്യാം. അതാണ് ആ മൃഗം എന്ന് പറയുന്നതിൻ്റെ അർത്ഥം. എന്ന് പറഞ്ഞാൽ ഇഷ്ടമുള്ളതുപോലെ നിങ്ങൾക്ക് വേഴ്ച ആണെങ്കിൽ ആണെന്നുമില്ല, പെണ്ണെന്നുമില്ല, ആർക്ക് വേണമെങ്കിലും അങ്ങോട്ടും ഇങ്ങോട്ടും ഒക്കെ വേഴ്ച ചെയ്യാം എന്നാണ് ആ പറഞ്ഞു വന്നതിൻ്റെ അർത്ഥം. അപ്പോൾ ഒരു ദിവസം നിനക്ക് അങ്ങനെ ആയിക്കോണം, ഒരു ദിവസത്തേക്കുള്ള അനുവാദം ഇജാസത്ത് തന്നിട്ടുണ്ട്. ഇല്ല, ഡിസംബർ 31 ബീച്ചിലെ ലൈറ്റ് അണയ്ക്കുന്നത് പോലെ 5 മിനിറ്റത്തേക്ക് ബീച്ചിൽ ലൈറ്റ് അണയ്ക്കും. അന്നേരത്തേക്കെല്ലാം നോക്കി വയ്ക്കും, ആരുടെ മണ്ടേ ചാടിക്കയറണം, ആരുടെ അടുത്ത് പോകണം എന്നൊക്കെ ഉള്ളത്. ഇതൊക്കെ ആദ്യമൊക്കെ നോക്കി പറഞ്ഞ് റെഡിയാക്കി വെച്ചിട്ട് വേണം ലൈറ്റ് അണയ്ക്കാൻ. എന്താ അങ്ങനെയൊക്കെ സിസ്റ്റങ്ങളുണ്ട്. അപ്പോൾ എന്നതുപോലെയാണ് ഒരു ദിവസം മൃഗമാവണോ നമ്മൾ? ഒന്ന് ഗതികേടെ. മൃഗം എന്ന് പറഞ്ഞാൽ എന്താ? പട്ടി. ഒന്നാമത് പട്ടി കാണുന്നില്ലേ? അല്ല, അതിനും എല്ലാം അറിയാം. പള്ളിയുടെ പട്ടി, പട്ടി ഇത് പള്ളിയുടെ മുന്നിൽ വെച്ചാന്നോടാ നീ ഇതൊക്കെ കാണിക്കുന്നതെന്ന്. പട്ടിയോട് പറഞ്ഞിട്ട് വല്ല കാര്യമുണ്ടോ? അത് മൃഗമല്ലേ? ആടുകൾ, നമ്മുടെ വീട്ടിലൊക്കെ ആടിനെ വളർത്തിയപ്പോൾ ഞാൻ ഈ ആടിനെ വളർത്തി നോക്കി. ഇപ്പോൾ കൊറോണ വന്നപ്പോൾ അപ്പോഴാണ് മനസ്സിലായത് പെമ്മക്കളൊക്കെ ഉള്ള വീട്ടിൽ നിന്ന് ആടിനെ വളർത്താൻ പറ്റൂല. അയ്യേ, നാണം കെട്ടുപോകില്ല. ആകെ ഇടങ്ങറായിപ്പോൾ നമ്മൾ. പിള്ളേർ ചോദിക്കാണ്, വാപ്പിച്ച് ഇതെന്ത് സംഭവം എന്ന്. ഞാൻ എന്താ മറുപടി പറയുക? ആകെ കുടുങ്ങിപ്പോയി. ഒരു ഹയാണിത്, നാണം കെട്ട പരിപാടിയായിപ്പോയി ഇത്. സത്യമായിട്ട് ഞാൻ ജീവിതത്തിൽ അനുഭവിച്ചപ്പോൾ എനിക്ക് ഇത് പഠിക്കാൻ പറ്റിയ ഒരുപാട് കാര്യങ്ങളാണ്. ചുമ്മാ ഒരു ബർക്കത്താണല്ലോ എന്ന് കരുതി ആടിനെ വളർത്താനാണ്. കാരണം അത് മൃഗമാണ്, അതിനറിയില്ല ഇത് ഉപ്പാണ് ഇത് ഉമ്മാണെന്നല്ല, അതിലും അല്ല അറിയാം. അത് മൃഗമാണ്. അതിൻ്റെ പരിപാടി അങ്ങനെയാണ്. നമ്മളിവരെ കുറ്റം പറഞ്ഞിട്ട് കാര്യമില്ല. പിന്നെ നമ്മൾ ഓരോരോ ഇതിൽ മറുപടിയൊക്കെ പറഞ്ഞ് അല്ല പെണ്ണുമ്പിള്ള ഇങ്ങനെ കണ്ണ് കാണിച്ച് അവരെങ്ങനെ കണ്ണാടി ഞാൻ അതൊക്കെ മുന്നിൽ നിങ്ങൾ എന്തെങ്കിലുമൊക്കെ അഡ്ജസ്റ്റ്മെന്റ് പറഞ്ഞോളിയത്. പെൺമക്കളുള്ളിടത്തൊന്നും പറ്റൂല. ഇതൊക്കെ ഭയങ്കര ഐബ് കെട്ട പരിപാടിയാണല്ലോ. സുന്നത്താണ്, പക്ഷെ പറഞ്ഞിട്ട് കാര്യമില്ലല്ലോ. ഇതിനൊക്കെ എന്ത് മറുപടി നമ്മൾ കണ്ടെത്തും? ആരോട് എങ്ങനെ പറയൂത്? അപ്പൊ ഇത് മൃഗം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അർത്ഥം എന്താ? അതിനിതൊന്നും ഒരു പ്രശ്നമില്ല. പക്ഷെ മനുഷ്യൻ അങ്ങനെ ആവും. ഒരു ഹദീസ് കേട്ടോ, ഖിയാമത്ത് നാളെ സംഭവിക്കുകയില്ല ഹത്താ യതസാഫദന്നാസു തസാഫുദൽ ബഹായിമി ഫിത്തരീഖ്. മനുഷ്യൻ മൃഗങ്ങളെ പോലെ യതസാഫദന്നാസു, മനുഷ്യൻ മൃഗമായി അതപ്പതിക്കും. തസാഫുദൽ ബഹായിമി ഫിത്തരീഖ്, മൃഗങ്ങൾ റോഡിൽ എങ്ങനെയാണോ വീഴ്ച ചെയ്യുന്നത് അതുപോലെ ഈ സമുദായം വീഴ്ച ചെയ്യുന്ന ഒരു കാലം വരാതെ ഖിയാമത്ത് നാളെ സംഭവിക്കുകയേ ഇല്ല. ഹദീസ് വന്ന
ഒന്നുകൂടെ വിശദീകരിച്ചു തരാം. ഹത്താ ഇന്നർ റജുല ലിയുഗശിയൽ മർഅത അലാ ഖാരിഅതി ത്വരീഖ്. ഒരു ചെറുപ്പക്കാരൻ ഒരു പെണ്ണിനെ വഴിയോരങ്ങളിൽ വെച്ച് ഒരു നാണവുമില്ലാതെ കൂസലില്ലാതെ കെട്ടിപ്പിടിച്ച് ആലിംഗനം നടത്തി ചുംബിക്കും. വലാ യുഗയ്യിറുഹു അഹദുൻ വലാ യുൻകിറു ദാലിക അഹദുൻ. ഒരാളും എതിർക്കുകയില്ല, എതിർക്കാൻ പറ്റുകയുമില്ല. അത് മോശമാണെടോ എന്ന് പറയാൻ ഒരാളും കാണൂല. ഉണ്ടോ? ഇത് ഹദീസാ, ശരിയല്ലേ? തിരുവനന്തപുരത്ത് സ്കൂൾ കോളേജ് ബസ് ഓടിക്കുന്ന ഒരു ഡ്രൈവറിൻ്റെ അടുത്തുനിന്ന് പറയാ, ഉസ്താദേ, ഈ ആണും പെണ്ണുങ്ങളും രാവിലെ ആ വഴിയിൽ, ആ ഇടവഴിയിൽ ഇങ്ങനെ കെട്ടിപ്പിടിച്ചുകൊണ്ട് നിൽക്കും. ഹോൺ അടിച്ചാലും മാറൂല. എങ്ങനെ മാറും? മൃഗമല്ലേ, കാട്ടാനെങ്ങനെ ഹോൺ അടിച്ചാൽ മാറുമോ? ഹോൺ അടിക്കരുതെന്നാ പറയുന്നത്. അവരവരുടെ സൗകര്യമനുസരിച്ചോട് നിന്നോട്ടെ, ഹോൺ അടിക്കരുത്. നീ ഇപ്പോൾ ഹോൺ അടിക്കാൻ പോകുന്നത്? അതാണിപ്പോൾ സംഭവം. എൻ്റെ അടുത്ത് പറയുകയാണ് ജുമാക്ക് പ്രസംഗിക്കാൻ. ഞാൻ പറഞ്ഞ് ഈ ഹോൺ അടിക്കുന്നവന്മാർ ജുമാക്ക് വല്ലതും വരുമോ? ആരെടുത്ത് പോയി പ്രസംഗിക്കാനിത്? ആരെടുത്ത് പോയി പ്രസംഗിക്കാം? തിരുവനന്തപുരത്ത് നടക്കുന്ന സംഭവമാണിത്. വിഷമം വരുന്നത്. നമ്മുടെ മക്കളെയൊക്കെ പഠിപ്പിച്ചിട്ട് നമ്മളിവിടെ വീട്ടിൽ ഇരിക്കുക. മോൾ എഞ്ചിനീയറാവും, ഡോക്ടറാവും, ഭയങ്കര ഡോക്ടറാണ്, ഭയങ്കര എഞ്ചിനീയറും ഭയങ്കര ഡോക്ടറുമാ. ഒന്ന് നോക്ക്, തിരുവനന്തപുരത്തെ ഇപ്പോൾ ജോലി. അതുകൊണ്ട് എനിക്ക് ഒരുപാട് പറയാനുണ്ട്, ഞാൻ പറയുന്നില്ല. സംഭവം ഇടയ്ക്കിടയ്ക്കൊക്കെ ചുമ്മാക്കി തട്ടും. ആർക്ക് വിഷമം കൊണ്ട് പറഞ്ഞു പോകുന്ന അബീവേ, നമുക്ക് ചിരി വരുന്നെങ്കിലും ഈ ഡ്രൈവർ വന്ന് പറയുകയാണ്, എന്ത് ചെയ്യാനോ ഉസ്താദേ, ഒരു രക്ഷയും ഇല്ല എന്ന്. അതാണ് അവസ്ഥ. അങ്ങനെയാണ് ഇപ്പോൾ അബീവേ. നമുക്ക് ഈ തലയിൽ തട്ട കൊട്ടി മറുതായൊക്കെ ഇട്ടിട്ട് പിള്ളേരെ കാണിക്കുന്ന കാണുമ്പം ആകെ മനസ്സിന് വിഷമവും വരും. എന്ത് ചെയ്യാനാ? ഈ പണ്ടാരൊക്കെ ഉരിഞ്ഞും കള, എന്നിട്ടും എന്തോ പോയി ചെയ്യും. ഇതിപ്പോൾ ആർക്കായി ദോഷം, ആർക്കായി പേര് ദോഷം വരുന്നത്? എന്നാൽ ഖുർആൻ എത്ര വ്യക്തമായിട്ട് ഇതൊക്കെ പറഞ്ഞത്, ഈ വസ്ത്രമൊക്കെ നീ സൂക്ഷിക്കണേ, അതൊക്കെ സൂക്ഷിക്കണേ. മൃഗങ്ങളെ പോലെ വേഴ്ച ചെയ്യുന്ന ഒരു കാലം വരുമെന്ന്. റോഡ് സൈഡിൽ ആർക്കും മിണ്ടാൻ പറ്റൂല. നമ്മളെങ്ങാനും പെണ്ണെ ഇത് പാടില്ല എന്ന് പറഞ്ഞാൽ അവൾ ഉടനെ കോടതിയിൽ പോയി പറയും, ആ മുസ്ലിയാരനെ കയറി പിടിച്ചെന്ന് പറയും. തീർന്നില്ല നമ്മൾ. പിന്നെ നമ്മൾ നേരത്തെ പറഞ്ഞ ആളുടെ കൂടെ പോകേണ്ടി വരും. ആരും വരില്ല. കേസ് നോക്ക, പോക്സോ എന്നെങ്ങാനും വന്നാൽ തിരിഞ്ഞു പോലും നോക്കത്തില്ല, ഒരു ദുആയും സ്വീകരിക്കുകയില്ല. അള്ളാഹു കാത്തിരക്ഷിക്കട്ടെ. പറയാൻ പറ്റൂല. ഹദീസ നബി തങ്ങൾ പറഞ്ഞാണ്, ഒന്നും പറയാൻ പറ്റൂലെന്ന്. അങ്ങനെ ഈമാനോടെ പറയാൻ ആ കാലഘട്ടത്തിൽ ആരെങ്കിലും ഉണ്ടെങ്കിൽ അവരുടെ സ്ഥാനം അബൂബക്കർ, ഉമർ, ഉസ്മാൻ, അലി റളിയല്ലാഹു തആല അൻഹും അവരുടെ സ്ഥാനത്താണെന്ന് നബിയുനാ റസൂലുള്ളാഹി. മാഷാ അല്ലാഹ്. അങ്ങനെ പരസ്യമായിട്ട് അവരുടെ മുന്നിൽ പോയി പറയാനുള്ള തൻ്റെ ഇടം, ചങ്കൂറ്റം നിങ്ങൾക്കുണ്ടെങ്കിൽ അവർ അബൂബക്കർ റളിയല്ലാഹു അൻഹുവിന് കിട്ടിയ സ്ഥാനം അല്ലാഹു തആല അവരുടെ പ്രതിഫലം അവർക്ക് കൊടുക്കുമെന്നാണ്. എന്ന് പറഞ്ഞാൽ അതിൻ്റെ അർത്ഥം എന്താ? പറയാൻ പറ്റൂല. നമ്മൾ പറഞ്ഞാൽ നമ്മളെ ഉടനെ ഇവളുമാർ പറയും, മറ്റേ പ്രത്യേകിച്ച് മുസ്ലിയാർ വേഷമാണ്. അതുകൊണ്ട് പിന്നെ ഉറപ്പാണ്. പിന്നെ ഈ കയ്യിൽ ഈ മൊബൈലും ഉണ്ട്, എടുത്ത് അങ്ങോട്ട് വെക്കും. അതുകൊണ്ട് ഞാൻ ഈ ട്രെയിനിനകത്തൊക്കെ പോകുമ്പം ആമന്ന സല്ലംന, ഞാനൊന്നും കണ്ടിട്ടുമില്ല, നീ ഒന്നും ചെയ്തിട്ടുമില്ല. അല്ലാഹുമ്മ ബിസ്മിക മുത്തു വയ്യ, മിണ്ടാതെ കിടന്നുറങ്ങും, രാവിലെ എഴുന്നേറ്റ് നമ്മൾ ഇറങ്ങിപ്പോകും. നമ്മളിതൊന്നും കണ്ടില്ല. എന്ത് ചെയ്യാൻ? ആർക്ക് പറയാം? അതുകൊണ്ട് എനിക്ക് പറയാനുള്ളത്, എൻ്റെ വാപ്പ, എൻ്റെ ഉമ്മ, നിങ്ങളോട്, നിങ്ങളുടെ മക്കളെ നിങ്ങൾ സൂക്ഷിക്കും. ഖുർആന്റെ പ്രമേയം അതാണ്. ലാ തത്തബിഉ ഖുതുവാതി ശൈത്താൻ വമൻ യത്തബിഉ ഖുതുവാതി ശൈത്താൻ ഫഇന്നഹു യഅമുറു ബിൽ ഫഹ്ശാഇ വൽ മുൻകർ. പിശാചിന്റെ വഴികളെ നിങ്ങൾ പിൻപറ്റരുത്. സത്യവിശ്വാസികളെ, അവൻ നമുക്ക് ഉത്ബോധനം നൽകുന്നത് നീചവും നികൃഷ്ടവുമായ കാര്യങ്ങളാണ്. വലൗലാ ഫദ്ലുല്ലാഹി അലൈക്കും വറഹ്മതുഹു മാ സകാ മിൻകും മിൻ അഹദിൻ അബദാ വലാകിന്നല്ലാഹ യുസക്കി മൻ യശാ. അല്ലാഹുവിന്റെ മഹത്തായ കാരുണ്യമില്ലായിരുന്നുവെങ്കിൽ നമ്മൾ എന്നേ പിഴച്ചു പോകുമായിരുന്നു. അവന്റെ വലിയ ഔദാര്യമാണ് അല്ലാഹു ഈ മഹാവിപത്തുകളിൽ നിന്ന് നമ്മളെ സംസ്കരിച്ചെടുത്തത്. വല്ലാഹു സമീഉൻ അലീം. എല്ലാം അറിയുന്നവനും കേൾക്കുന്നവനും അവൻ തന്നെയാണ്. അതുകൊണ്ട് പിശാചിന്റെ കാലടികളെ നിങ്ങൾ പിൻപറ്റരുതേ. പരിശുദ്ധ ഖുർആനിന്റെ പ്രഖ്യാപനമാണ്. അല്ലാഹു അതിനെ നമുക്ക് തൗഫീഖ് തരട്ടെ.
അള്ളാഹു തൗഫീക്ക് തരട്ടെ. നമ്മുടെ മക്കളെ നമുക്ക് സൂക്ഷിക്കാനും സംരക്ഷിക്കാനും അള്ളാഹു നമുക്ക് തൗഫീക്ക് തരട്ടെ. അവരവരുടെ മക്കളെ അവരവർ സൂക്ഷിക്കും. സ്കൂളിലും കോളേജിലും പോകുമ്പോൾ നിങ്ങളും കൂടെ ഇടയ്ക്കൊന്ന് യാത്ര ചെയ്ത് പോകണം. എല്ലാ ദിവസവും മക്കളെ ചേർത്തിരുത്തി ഭക്ഷണം കഴിക്കണം. ഭക്ഷണം കഴിക്കുമ്പോൾ നസീഹത്ത് കൊടുക്കണം. ഞാൻ അങ്ങനെയാണ് നമ്മുടെ മക്കളെ വിളിച്ചിരുത്തിയിട്ട് ഈ വാട്സപ്പിലൊക്കെ ഓരോ പ്രശ്നം വരുമല്ലോ, ഇതൊക്കെ കാണിച്ചിട്ട് ഇങ്ങനെ പറഞ്ഞ് പേടിപ്പിക്കും. ഇങ്ങനൊക്കെ തന്നെ അതേ പറ്റുള്ളൂ. അല്ല നമുക്കിപ്പോൾ അവരെ അടിക്കാനൊന്നും പറ്റൂല. നല്ല ഉപദേശിക്കുക, എന്നിട്ട് നല്ല വാക്കുകൾ നിർദ്ദേശിക്കും. മോനെ, നമ്മളൊക്കെ ഇതേപോലെ ഇവിടെ ഇരുന്ന് തിന്നുന്ന ഈ വാപ്പ ഉമ്മ ഒക്കെ തിന്നുന്ന പോലെ സ്വർഗത്തിൽ വന്നിരുന്ന് തിന്നണ്ടേ മക്കളെ ഇന്നിപ്പോൾ വാപ്പയെ നിങ്ങൾ സ്നേഹിക്കുന്നു. നമുക്കിതേപോലെ സ്വർഗത്തിലുണ്ടല്ലോ, നമുക്ക് സന്തോഷമായിട്ട് സ്വർഗത്തിൽ കൂടാമല്ലോ, അവിടെയും കൂടാം ഇവിടെയും കൂടാം. അതുകൊണ്ട് നിങ്ങൾ നല്ല രീതിയിൽ ജീവിക്കണം, നല്ല രീതിയിൽ വളരണം. വാപ്പ മരിച്ചു പോയാൽ ഉമ്മ മരിച്ചു ദുആ ചെയ്യണം. നിങ്ങൾ ദുആ ചെയ്യാൻ ഒരാൾ വേണം. ഇപ്പോൾ എൻ്റെ വാപ്പ ഉമ്മ മരിച്ചു, ഞാനാണ് ദുആ ചെയ്യുന്നത്. അതേപോലെ ഞാൻ മരിച്ചാൽ നിങ്ങൾ ദുആ ചെയ്യണം. നിങ്ങൾക്ക് വേണ്ട ഞങ്ങൾ ജീവിക്കുന്നത്, കഷ്ടപ്പെടുന്നത്, ത്യാഗം സഹിക്കുന്നത് ഒക്കെ നിങ്ങൾക്ക് വേണ്ടിയിട്ടാണ് എന്നെല്ലാം നമ്മൾ അവരെ നല്ല വാക്കുകൾ കൊണ്ട് ഉപദേശിക്കണം. അല്ലാതെ ഭീഷണിപ്പെടുത്തരുത്. ഇങ്ങനെ മദ്യപിച്ച് വരികയോ അല്ലെങ്കിൽ കഞ്ചാവ് പിടിക്കുകയോ ഒക്കെ ചെയ്താൽ അവന് നമ്മൾ ദിക്റുകൾ ദുആകളുണ്ട്. നമ്മൾ തഹജ്ജുദിന് എഴുന്നേറ്റ് തഹജ്ജുദ് നിസ്കരിച്ച് സുജൂദിൽ കിടന്നിട്ട് മോന് വേണ്ടി ദുആ ചെയ്യും. തഹജ്ജുദിൽ കിടന്നിട്ട് ദുആ ചെയ്യണം. തഹജ്ജുദിൽ ചില പ്രത്യേകമായ ദുആകളുണ്ട്. ഉസ്താദന്മാരോട് നിങ്ങൾ ചോദിച്ച് അള്ളാഹുവിൻ്റെ അടുക്കൽ പറയണം. തീർച്ചയായും ഇൻഷാ അള്ളാഹു ഒരുപാട് മാറ്റം നമ്മുടെ മക്കൾക്ക് തരും. ഉറപ്പാണ് തരും ഇൻഷാ അള്ളാഹു നമ്മുടെ മക്കളെ സഹായിക്കട്ടെ, അനുഗ്രഹിക്കട്ടെ.